ആരെങ്കിലും ആശുറായിന്റെ സുദിനത്തിൽ സ്വന്തം കുടുംബത്തിൽ വിശാലത ചെയ്താൽ, ഭക്ഷണത്തിൽ വിശാലത ചെയ്താൽ, അല്ലാഹു ഒരു വർഷം അവന്റെ ജീവിതത്തിൽ വിശാലത ചെയ്യുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിപ്പോ ഇന്നത്തെ ദിവസം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആശുറായിന്റെ സുദിനത്തിൽ ആരെങ്കിലും വിശാലത ചെയ്താലെന്നാണ്. ആശുറായിന്റെ സുദിനം കണക്കാക്കുന്നതാ സൂക്ഷ്മത പ്രകാരം ഇന്ന് മഗ്‌രിബ് മുതൽ തുടങ്ങി നാളെ മഗ്‌രിബ് വരെയാണ്. കുടുംബത്തിൽ ഭക്ഷണത്തിൽ വിശാലത ചെയ്യണമെങ്കിൽ ഇന്ന് രാത്രി വേണം ചെയ്യാൻ യഥാർത്ഥത്തിൽ. കാരണം നാളെ പകൽ എന്താവും? നോമ്പാണ്. നാളെ മഗ്‌രിബോടുകൂടി കഴിഞ്ഞു. നൗസാദ് ഞങ്ങളെ വേഗം വിട്ടേക്ക്, വിശാലത ചെയ്തിട്ട് വരാം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നമുക്കത് അറിവില്ലായിരുന്നു, ഇപ്പൊ കിട്ടിയൊരു അറിവാണ്. ഇൻഷാ അല്ലാഹ് നാളത്തെ മഗ്‌രിബിനെ നിയ്യത്ത് വെച്ച് ചെയ്യൽ. കാരണം അറബി മാസ കലണ്ടർ പ്രകാരം ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ കയറി ഇറങ്ങിയൊക്കെ വന്നാലും ഒരുപക്ഷെ നാളത്തെ രാവിലെയാകാം ശ്രേഷ്ഠത. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതുകൊണ്ടാണല്ലോ ഇമാം നബവി റളിയല്ലാഹു അൻഹു പരിശുദ്ധമാക്കപ്പെട്ട ആശുറായിന്റെ സുദിനത്തോടൊപ്പം താസുആഉം 9 ദിവസം നോമ്പ് നോൽക്കുന്നതിനെ ശ്രേഷ്ഠമാക്കിയത്, സുന്നത്താക്കിയത് എന്തുകൊണ്ട് എന്നത് ബഹുമാനപ്പെട്ടവർ 3 വജ്ഹ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാണ് യഹൂദികളോട് എതിരാവുക. അവരേത് ദിവസം നോമ്പ് നോറ്റത്? പരിശുദ്ധമായ മുഹറം 10-നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയുള്ളതാകുന്ന യഹൂദികളെ, ജൂതന്മാരെ കണ്ടു. അവർ അന്നത്തെ ദിവസം നോമ്പ് നോറ്റതായി മുഹറം 10-ന് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇന്നത്തെ ദിവസം നോമ്പ് നോൽക്കാൻ കാരണം? അവർ പറഞ്ഞു, ഇന്നത്തെ ദിവസം ഞങ്ങളുടേതാകുന്ന ഞങ്ങളുടെ ഏറ്റവും വലിയ ശല്യക്കാരൻ ഫിർഔൻ, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്മൂലനം ചെയ്തതാകുന്ന ദിവസമാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെയും അവിടുത്തെ സമൂഹത്തെയും രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനാണ് മൂസാ നബിയോട് ഏറ്റവും സാഹോദര്യ ബന്ധത്തിൽ, പ്രവാചക സാഹോദര്യ ബന്ധത്തിൽ അദ്ദേഹത്തോട് ഏറ്റവും ബന്ധം വെക്കാൻ അർഹൻ. ഞാനും ഇതാ നോമ്പ് നോൽക്കുന്നു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നോമ്പ് നോറ്റു. ഇത് ആശുറായിന്റെ ദിവസത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് പകൽ സമയം നടന്ന സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് നോറ്റു. ഈ മസ്അല പിടിച്ചിട്ട് ശാഫി മദ്ഹബിലെ ഉലമാക്കൾ പറഞ്ഞു, ഒരാൾ പകൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് കൃത്യമായി ഒഴിവായി നിൽക്കുകയും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു, അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ മാത്രമല്ല, നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നിലകൊണ്ടു. ഉച്ചയ്ക്ക് മുമ്പ് അയാൾ സുന്നത്തായ നോമ്പിന് നിയ്യത്ത് വെച്ചാൽ ആ ദിവസത്തെ നോമ്പ് ഹാസിലാകുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം 10-ന് അങ്ങനെയാണ് നോമ്പ് നോറ്റത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 കൂടി നോമ്പ് നോൽക്കും സയ്യിദുനാ റസൂലുള്ളാഹി. പക്ഷേ പിറ്റത്തെ വർഷം റബീഉൽ അവ്വൽ അവിടുന്ന് വഫാത്തായി, നോമ്പ് നോൽക്കാൻ സാധിച്ചില്ല. പ്രബല വശം നിൽക്കട്ടെ, ആ ഒരു വാക്ക് നിലനിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനത്തെ മുൻനിർത്തി ഇമാമിങ്ങൾ പഠിപ്പിച്ചു 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, യഹൂദികളോട് എതിരാവാൻ, ജൂതന്മാരോട് എതിരാവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിവസത്തിൽ കൂടി നോമ്പ് നോൽക്കാൻ നമ്മളോട് പറഞ്ഞത്. ഏത് ദിവസം കൂടി? മുഹറം 9 കൂടി നോമ്പ് നോൽക്കാൻ പറഞ്ഞത്. ഇമാമിങ്ങൾ പറയുന്നു, മാസം ചന്ദ്രമാസപ്രകാരം ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറിപ്പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട്, ഇറങ്ങാനോ കയറാനോ ചാൻസ് ഉള്ളത് കൊണ്ട് ഒരു ദിവസം കൂടി എക്സ്ട്രാ പിടിക്കൽ നല്ലതാണ്. കാരണം ആശുറായിന്റെ ദിനം ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. ജാഹിലിയ കാലഘട്ടം മുതൽ എല്ലാ സമുദായക്കാരും നോമ്പ് നോറ്റിരുന്ന ദിവസമാണ് ഏത്? മുഹറം 10 എന്ന് പറയുന്നത്. കാരണം എല്ലാ പ്രവാചകന്മാരും, ചരിത്രത്തിൽ 10 പ്രവാചകന്മാർ പറയുന്നുണ്ട്, ആ 10 പ്രവാചകന്മാർക്കും ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ അല്ലാഹു ചൊരിഞ്ഞ ദിവസമാണ് പവിത്രമാക്കപ്പെട്ട മുഹറം 10. അതുകൊണ്ട് തന്നെ ചരിത്രത്തിന്റെ കാലം മുതൽ എല്ലാ സമുദായക്കാർക്കും, ശ്രേഷ്ഠരായ മുഴുവൻ സമുദായക്കാരും ഏത് ദിവസം ബഹുമാനിച്ചിരുന്നു? മുഹറം 10-നെ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു, നോമ്പ് നോറ്റിരുന്നു. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ബഹുമാനപ്പെട്ടതാകുന്ന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, 3 ദിവസം നോമ്പ് നോൽക്കൽ നല്ലതാണ്. ഒന്ന് 9, മറ്റൊന്ന് 10, മൂന്നാമത്തത് 11. അപ്പൊ മുഹറം 9, 10, 11. കാരണം ഈ 10 ഒരിക്കലും വിട്ടുപോകാതിരിക്കാനാണ്. അത്ര മഹത്തമാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അപ്പൊ കഴിവുള്ള ആളുകളൊക്കെ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച കൂടി നോമ്പൊന്ന് നോക്കുക എന്നർത്ഥം. വ്യാഴാഴ്ച നോമ്പ് നോറ്റാൽ 2ആണ്. വ്യാഴാഴ്ച ദിവസം നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം അതെന്തായാലും സുന്നത്തുണ്ട്. അതോടൊപ്പം തന്നെ മുഹറം 11-ന് നിയ്യത്ത് കൂടി വെക്കുക. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഷാഫി മദ്ഹബിൽ അത് സുന്നത്തായി ബഹുമാനപ്പെട്ടതാകുന്ന ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.
ഏതായിരുന്നാലും ശ്രദ്ധിക്കണേ. അപ്പൊ യഹൂദികളോട് എതിരാവാൻ, അതോടൊപ്പം തന്നെ ഈ ദിവസത്തിന്റെ മഹാത്മ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഇതൊക്കെ കൊണ്ട് ഇതിന്റെ വിശദീകരണം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ ദിവസങ്ങളെ ശ്രദ്ധിക്കണം. വളരെ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ്. ദുആഇന് ഇജാബത്തുള്ള സമയവും സന്ദർഭവുമാണ്. അപ്പൊ ഇന്നത്തെ രാത്രി അത് വളരെയേറെ മഹത്വമാണ്. നാളത്തെ വൈകിട്ടത്തെ നോമ്പ് തുറ ഒന്നുകൂടി ഒന്ന് വിശാലമാക്കാൻ ശ്രദ്ധിക്കണം. സാധാ വിശാലാണ്, റാഹത്താൻ. നമ്മുടെ കുടുംബത്തിലുള്ളവർ മൻ വസ്സാല അയ്യാരിഹി, സ്വന്തം അവന്റെ കുടുംബം, അവന്റെ ഭാര്യ, മക്കൾ, അവർക്കിടയിൽ മതി. അല്പം കഴിവുള്ളവനാണെങ്കിൽ അല്പം കൂടി വിശാലത ആയിക്കോട്ടെ. ദൂർത്ത് വേണ്ട, ആവശ്യത്തിനുള്ളത് മതി. ദൂർത്തും തുറവയും ഇസ്ലാം പറയുന്നില്ല. നമ്മളാണ് ഇതെല്ലാം കൊണ്ടുവന്നത്. ഒരു സൽക്കാരത്തിന് 100 തരം ഭക്ഷണം കൊണ്ടുവരാൻ, വേസ്റ്റാക്കാൻ, ബൊഫേ സംസ്കാരം, ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്ന സംഭവങ്ങളാണ്. പാശ്ചാത്യരുടെ ശൈലിയൊക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് ഇന്ന് ചേക്കേറി. ആളുകളെ കല്യാണത്തിന് വിളിക്കുന്നു, എന്നിട്ട് നിന്ന് കഴിച്ചോളാൻ പറയുന്നു. എന്തൊരു മോശപ്പെട്ട പ്രവണതയാണ്. ഈ നിന്ന് കഴിക്കുമ്പോ എന്താ, ഇവന് സാധനം കുറച്ചിട്ടാൽ മതി. 50 കിലോ ഇറച്ചിയുടെ സ്ഥാനത്ത് എത്ര കൊടുത്താൽ മതി? 5 കിലോ ഇറച്ചി മതി. കാരണം നിന്ന് കഴിക്കുന്നവൻ 1/2 സ്പൂൺ വീതം എടുത്തിട്ട് രണ്ടാമത് വരാൻ മടിക്കും. രണ്ടാമത് വിളമ്പുന്നതിന് എടുത്തിട്ട് ചെല്ലുമ്പോൾ കാറ്ററിംഗുകാർ ഇങ്ങനെ നോക്കും. നേരത്തെ വന്ന ഹൈവാനല്ലേ നോക്കുമ്പോൾ ഇവന് പിന്നെ മടിയാണ്. പിന്നെ മൂന്നാമത്തോട്ടം അങ്ങോട്ട് വരില്ല. ആദ്യം ഇട്ടത് കപ്പയും മീൻകറിയാണ്. രണ്ടാമത് ബിരിയാണി കഴിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ആ ഭാഗത്തോട്ട് പോകാൻ മേല. ഇതാണ് ഈ ബൊഫെ വെക്കുന്നവരുടെ കുരുത്തക്കേട്. ഒരു നല്ല നീയത്തിൽ ഭക്ഷണം കൊടുക്കല്ല. എന്താ കാര്യം? 5000 പേരെ വിളിക്കും, 50 പേരുടെ ഭക്ഷണം വെക്കും. കാരണം എന്താ? കുറച്ച് ഫുഡ് മതി എന്ന് അവർക്ക് തന്നെ അറിയാം. കൂടുതൽ കഴിക്കൂലെന്നറിയാം. ഇന്നുകൊണ്ട് എത്ര നേരം കഴിക്കും? കസേര പോലും ഇല്ല. എത്ര വട്ടം വരും? ഒരു മാന്യത ഉള്ളവനാണെങ്കിൽ 2-3 വട്ടം വരുമോ? വരൂല. എത്ര നീചമായ പരിപാടിയാണത്. ആളുകളെ സൽക്കാരത്തിന് ക്ഷണിച്ചിട്ട് അവരെ ഇരുത്തി വൃത്തിയായി ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണ്ടേ? അവരെ സന്തോഷിപ്പിക്കണ്ടേ? അതിന് 10 പേരെ വിളിച്ചാൽ മതി, അവരെ സന്തോഷിപ്പിക്കും. 10,000 പേരെ വിളിച്ചിട്ട് 10 പേർക്ക് പോലും വൃത്തിയായി ആഹാരം കൊടുക്കാത്ത ഇത്ര നീചമായ പ്രവർത്തനങ്ങൾ ഇസ്ലാമിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതാണ്. മഹല്ലുകൾ ശക്തമായി മുന്നിട്ടിറങ്ങേണ്ടതാണ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. ശ്രദ്ധിക്കണം, ഈ ദിവസം വളരെയേറെ മഹത്വമാണ്. മൻ വസ്സാല അയ്യാരിഹി ഫി യൗമി ആശുറ, ആശുറയുടെ സുദിനത്തിൽ ആരെങ്കിലും കുടുംബത്തിൽ വിശാലത ചെയ്താൽ, അവനവന് കഴിയുന്ന നിലയ്ക്ക് 1 കിലോ ഇറച്ചി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ നല്ല മീൻ വാങ്ങിയിട്ടോ സാധാരണയിൽ ഉള്ളതിനേക്കാൾ ഒരല്പം കൂടി വൃത്തിയായി കുടുംബത്തിലൊരു വിശാലത, വീട്ടിൽ തന്നെ കറിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നല്ല റാഹത്താക്കിയാൽ ഔസഅല്ലാഹു ലഹു സായിറ സനതിഹി, ഒരു വർഷം അവന് വിശാലത കൊടുക്കും. മഹാനായ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഖദ് ജറബനാഹു 40 ആമൻ, 40 കൊല്ലം ഞങ്ങൾ ഇത് പരീക്ഷിച്ചു. ശരിയാണ്, ഞങ്ങൾക്ക് ജീവിതത്തിൽ വിശാലത ഉണ്ടായിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. 40 കൊല്ലം പരീക്ഷിച്ചിട്ടും അൽഹംദുലില്ലാഹ് റാഹത്താൻ, ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അടുത്തൊരു വർഷം മുഴുവനും നല്ല പൈസ, നല്ല റാഹത്ത്, ഭക്ഷണത്തിൽ വിശാലത ഒക്കെ കിട്ടും. എന്ത് ചെയ്താൽ മതി? ആശുറായിന്റെ സുദിനത്തിൽ നല്ല വിശാലത കൊടുക്കുക. അപ്പൊ നാളത്തെ നോമ്പുറൊക്കെ റാഹത്തായിക്കോട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നാളെ മഗ്‌രിബാകുമ്പോൾ എല്ലാ വീട്ടിൽ നിന്നും ഫിസിലടിക്കുന്നത് കേൾക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവസാനം പോയി നോക്കുമ്പോൾ, തുറന്നു നോക്കുമ്പോൾ കടലക്കറി ആയിരിക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്തോ ആയിക്കോട്ടെ, ഉള്ളതിൽ ഓരോരുത്തരുടെ സമ്പത്ത് അള്ളാഹു കൊടുത്തതനുസരിച്ചാണല്ലോ. അതിൽ അല്പം കൂടി ഒന്ന് റാഹത്താക്കുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇറച്ചി തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ളതിനേക്കാൾ, ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരല്പം ഇൻഷാ അല്ലാഹ് റാഹത്തായിരിക്കണം എന്നർത്ഥം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതിപ്പോ അമലിനുള്ളതാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇപ്പൊ ഇത്രയും നേരം കേട്ടതിൽ നിന്നും ഒന്നും ചെയ്തില്ലേലും നാളെ കുക്കറിൽ ഫിസിലടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇതെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കും. നാളെ ഇച്ചിരി ഇറച്ചി വാങ്ങും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കാരണം എന്തുകൊണ്ടാ? പൈസ പോകുന്നുള്ളതുകൊണ്ടല്ല, അടുത്തൊരു കൊല്ലം മുഴുവൻ കാശ് ഇങ്ങോട്ട് കിട്ടുമെന്ന് ഉസ്താദ് പറഞ്ഞില്ലേ? അതൊന്ന് നോക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആയിക്കോട്ടെ, അങ്ങനെയെങ്കിലും അമൽ ചെയ്യുമല്ലോ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിർത്താറായ 11:30 ആയല്ലോ. 5 മിനിറ്റ് കൂടെ പറയാം. ശ്രദ്ധിക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് സാലിഹീങ്ങളെ ചേർക്കണേ. അല്ലാഹ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, വദന്നൂനി ഇദ് ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين.
പരിശുദ്ധമായ ഖുർആനിലൂടെ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാം, നമ്മൾ ഓരോ പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു 10 പ്രവാചകന്മാർക്ക് വളരെ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞ ദിവസമാണ് ഏത്? അശുറാഇന്റെ ദിവസം. അതിലൊരു പ്രവാചകനാണ് ആര്? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. നമ്മൾ മൂസാ നബിയാണ് കഴിഞ്ഞ വർഷം പഠിച്ചത്. ഈ വർഷം ഒരു പ്രവാചകനെ പഠിക്കുക. അങ്ങനെ ഓരോരുത്തരെ പഠിച്ചു പോട്ടെ. യൂനുസ് നബി അലൈഹിസ്സലാം. ഉറക്കെ പറയും, പച്ചാപ്പാടെ പേര് യൂനുസ് ആണെന്ന് കേട്ട് അനങ്ങാതിരിക്കണ്ട. ഇപ്പൊ പറയുന്നത് യൂനുസ് നബി അലൈഹിസ്സലാം. മഹാനായ സയ്യിദുനാ യൂനുസ് അലൈഹിസ്സലാം. അങ്ങനെ പറയും. അങ്കൂസ് മൗലിദിലൊക്കെ കേൾക്കുമ്പോൾ ഉറക്കെ പറയും, കാരണം ശേഷം കടിയുണ്ടെന്ന്. ഇതിപ്പോ കടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് റാഹത്തില്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അള്ളാഹുയെ പ്രവാചകന്മാരെ ബഹുമാനിക്കുന്ന സാലിഹീങ്ങളെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാരെയും ബഹുമാനിക്കണം. ഒരു പ്രവാചകന്മാർക്കിടയിൽ വേർതിരിവ് പാടില്ല എന്നാണ്. അങ്ങനെ വേർതിരിവ് വെക്കുന്നവൻ മുസ്ലിം അല്ല, മനസ്സിലാക്കണം. അതാണ് നമ്മൾ ആമന റസൂലു സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ ആയത്ത് നോദിക്കെല്ലാവരും. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. നോദിക്കെ ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂലിഹി. ഒരു പ്രവാചകർക്കുമിടയിൽ വേർതിരിക്കുകയില്ല. ഒരു പ്രവാചകന്മാർക്കുമിടയിൽ വേർതിരിക്കുന്നവൻ മുസ്ലിമേ അല്ല. പണ്ട് ഏതെങ്കിലും ഒരു പ്രവാചനെ കേൾക്കുമ്പോൾ അലൈഹിസ്സലാം, ബാക്കിയുള്ളവരെ കേൾക്കുമ്പോൾ അത് നമ്മുടെ അല്ലല്ലോ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കരുത്. ആ മുസ്ലിമിന്റെ പ്രവർത്തനമല്ല. ഖുർആൻ അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അവിടെ ഉറക്കെ പറഞ്ഞു സയ്യിദുനാ യൂനുസ് നബി. അങ്ങനെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ ശബ്ദത്തോടുകൂടി പറഞ്ഞ മോമിനീങ്ങൾ എല്ലാവരെയും അല്ലാഹു നീ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാ. മറയിലിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാരുണ്ട്, അവർക്കും നീ കബൂലിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. യൂനുസ് നബി അലൈഹിസ്സലാം ഇറാഖിലെ നീനവ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പരിശുദ്ധമാക്കപ്പെട്ട തൗഹീദിന്റേതാകുന്ന വെളിച്ചവുമായി കടന്നു ചെല്ലുകയാണ്. ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുകയാണ്. ഏകദൈവ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ അവർ പരിപൂർണമായി ബഹുമാനപ്പെട്ടവരെ തള്ളിക്കളയുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ വാക്കുകളെ പരിപൂർണമായി തൃണവൽഗണിക്കുകയാണ്. അല്ലാഹുവിൽ വിശ്വസിക്കാൻ തയ്യാറായില്ല. അവസാന ബഹുമാനപ്പെട്ടവർ അവരോട് പറയുകയാണ്, അല്ലയോ സമൂഹമേ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകുമേ. വഇന്ന യൂനുസ ലമിനൽ മുർസലീൻ വഇന്ന യൂനുസ ലമിനൽ മുർസലീൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽപ്പെട്ട വ്യക്തിയാണ്. إذا بقى إلى الفلك المشحون فساهم فكان من المدحضين فالتقمه الحوت. ബഹുമാനപ്പെട്ടതാകുന്ന യൂനുസ് നബി അലൈഹിസ്സലാം തന്റെ സമുദായ പരിപൂർണമായി അവഗണിച്ചപ്പോ ആ നാട്ടിലുള്ള ആളുകളോട് താക്കീത് നൽകുകയാണ്. അല്ലാഹുവിന്റെ കഠിനമാകുന്ന ശിക്ഷ നിങ്ങൾക്കുണ്ടാവും, ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ നാട്ടിൽ നിന്ന് ഓടി അകലുകയാണ്. അവിടുന്ന് ചെന്നുകൊണ്ടൊരു കപ്പലിൽ കയറുകയാണ്. ഇത് തിങ്ങി നിറഞ്ഞതായ ഒരു കപ്പലിലേക്ക് ബഹുമാനപ്പെട്ടവർ ഒളിച്ചോടിയ നേരം നബിയെ തങ്ങൾ അതിനെ കുറിച്ചൊന്ന് ആലോചിക്കണം. കപ്പൽ അങ്ങനെ വിട്ടു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞു, തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ആളുകൾ. വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാൻ തുടങ്ങി. കപ്പൽ മറിയും, ഇപ്പോൾ മറിയും. കപ്പിത്താൻ വന്നിട്ട് പറഞ്ഞു, ഇതിൽ ഒരാളെയെങ്കിലും വെള്ളത്തിലെറിയണം, കടലിന്റെ നടുക്കിലിടണം, എങ്കിലേ ബാക്കി കറക്റ്റ് ആവുള്ളൂ. ഒരാളെ എക്സ്ട്രാ കയറിയിട്ടുണ്ട്, ഒരാളാണ് ഇതിനകത്ത് പ്രശ്നം. ഒരാളെ കടലിന്റെ നടുക്കത്ത് വെളിയിലോട്ട് കിട്ടാല് വല തിമിംഗലം വന്നിട്ട് ഉമ്മ വെച്ചിട്ട് പോകും. റാഹത്ത്, ബാക്കിയുള്ളവർക്ക് റാഹത്താവും, നമുക്കെല്ലാവർക്കും സുഖമാവുന്നു. ഇത് ഭയങ്കര ചിരിയല്ല. എന്താണ് തിമിംഗലം ഉമ്മ വെക്കുന്ന കേട്ടപ്പോൾ അവന് വലിയ ഇഷ്ടപ്പെട്ടു.
അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഒരാളെ എറിഞ്ഞാൽ മതി, ബാക്കിയുള്ളവരൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരാളുടെ പ്രശ്നമാണ് ഇവിടെ ഇത്രയും വിഷയം. ബാക്കിയുള്ളവരൊക്കെ ബലിയാടാവും, എല്ലാവരും വീഴും, അതുകൊണ്ട് ഒരാളെ വീഴണം. അങ്ങനെ എല്ലാവരുടെയും പേരെഴുതിയിട്ട് കുറിയിടുക. ഖുർആൻ പറയാണ്, ആലോചിച്ച് നോക്ക്, നമ്മളാണ് അങ്ങനെ ഒരു വള്ളത്തിൽ കയറിയത്. ഇതിന്ന് ഒരാളെ വെള്ളത്തിലിടണമെന്ന് പറഞ്ഞാൽ എന്താ ഈ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? കുറിയിടുകയാണ്. കുറിയിട്ടു. ആദ്യം തന്നെ പേര് വീണത് മഹാനായ സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാം. ഒന്നുകൂടി ഇടുക. 3 വട്ടം അറിയാം. ഒരാളെ കടലിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ തീരെയാണ്, ജീവിതം തീരെയാണ് അവന്റെ. ഒന്നുകൂടി ഇട്ടു നോക്കാം. 3 വട്ടം വന്നാൽ മുഫസ്സിരീങ്ങൾ പറയുന്നു 3 വട്ടം ഇട്ടു. 3ാമത്തെ വട്ടവും പേര് വരുന്നത് മഹാനായ സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാം. 3 വട്ടവും പേര് ഒരാളുടെ തന്നെ. അദ്ദേഹത്തിന് മനസ്സിലായി, ജനങ്ങളെ മുഴുവനും നന്മയിലേക്ക് ക്ഷണിച്ചിട്ട് അവരാരും ഇസ്ലാം മതം പുൽകാതെ വന്നപ്പോൾ ഞാൻ അവിടെ ക്ഷമിച്ച് സഹിച്ച് വീണ്ടും പ്രബോധനത്തിന് നിലകൊണ്ടില്ല. 950 വർഷം രാവും പകലും നിരന്തരമായി ജനങ്ങളിലേക്ക് പ്രബോധനം നടത്തിയിട്ട് അവസാനമാണ് പടച്ചിറപ്പിലേക്ക് ഈ സമുദായത്തെ നശിപ്പിക്കണേ എന്ന മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം ശരീഅത്ത് കൊണ്ട് ആദ്യമായി ജനങ്ങളിലേക്ക് കടന്നു നിന്ന പ്രവാചകൻ അവസാനം ദുആ ചെയ്തു, റബ്ബിലാ തദർനി റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. ഒരൊറ്റ സമൂഹത്തെ, ഒരു കുടിലിനെ പോലും നീ വെറുതെയാക്കരുത്, എല്ലാരെയും നശിപ്പിക്കണമെന്ന് ദുആ ചെയ്തത് അവസാനമാണ്. 950 വർഷം. ഞാൻ വളരെ കുറഞ്ഞ കാലം ജനങ്ങൾക്ക് ദീനി ദഅവത്ത് നടത്തി, ആരും വിശ്വസിച്ചില്ല. ഞാൻ ക്ഷമിക്കാതെ അവിടെ നിന്ന് വേഗം തന്നെ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുമെന്ന് കണക്കാക്കിയിട്ട് അവരോട് പടച്ചിറപ്പിനെ നിങ്ങൾ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് വേഗം കപ്പലിൽ കയറിയ നാട്ടിൽ നിന്ന് പോയതാ. അപ്പൊ അള്ളാഹുവിന്റെ ഒരു ഇടങ്ങേറും പ്രയാസമാണ് എനിക്ക് വന്നിരിക്കുന്നത്. റബ്ബിന്റെ വലിയ പരീക്ഷനാണ്. അദ്ദേഹം മനസ്സിലാക്കി. ബഹുമാനപ്പെട്ടവർ അവരെടുത്തെറിയുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ടവർ ഇറങ്ങുകയാണ്, വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒന്ന് ചിന്തിച്ചു നോക്കണേ, ഒരാൾ താഴ്ചയുള്ള സ്ഥലമല്ലല്ലോ കടലിന്റെ ആഴി എന്ന് പറയുന്നത്. ജനങ്ങൾ മുഴുവൻ കടലിലേക്ക് നോക്കി നിൽക്കവേ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം കടലിന്റെ ആഴിയിലേക്ക് ഇറങ്ങുകയാണ്. ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം. ബഹുമാനപ്പെട്ടതാകുന്ന യൂനുസ് നബി അലൈഹിസ്സലാമിനെ നൂൻ എന്ന പേരുള്ള വലിയ തിമിംഗലം വന്നുകൊണ്ട് വിഴുങ്ങിക്കളഞ്ഞു എന്ന് വിശുദ്ധമായ ഖുർആൻ. സൂറത്തുൻ നൂൻ എന്ന് പറഞ്ഞൊരു സൂറത്തുൽ മുൽക്ക് കഴിഞ്ഞാൽ ഇവിടെ ഒരു സൂറത്തുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നൂൻ, സൂറത്തുൽ ഖലം എന്നൊക്കെ പറയും, ശ്രദ്ധിച്ചിട്ടില്ലേ? നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നൂൻ എന്ന് പറയുന്നത് ആ തിമിംഗലത്തിന്റെ നാമമാണ്. മുഫസ്സിരീങ്ങൾ ഒരു ഭാഗം നൂൻ എന്ന പേരുള്ള ഒരു തിമിംഗലം വന്നുകൊണ്ട് മഹാനവരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കഥയായി, കെട്ടുകഥയായിട്ട് നിങ്ങൾ ആരും കരുതണ്ട. ഞാൻ ചരിത്ര രേഖയിൽ നിന്ന് പറഞ്ഞു തരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനാണ്. അള്ളാഹു പറയാണ്, ബഹുമാനപ്പെട്ടവരെ വിഴുങ്ങിക്കളഞ്ഞു. തീർന്നില്ല. ആ വലിയതാകുന്ന മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ 40 ദിവസം ബഹുമാനപ്പെട്ടവർ ജീവിച്ചു. യാതൊരു പ്രശ്നവുമില്ലാതെ, പ്രയാസവുമില്ലാതെ നല്ല ജീവിതം അല്ലാഹു അതിൽ കൊടുത്തു. വിഴുങ്ങി, മത്സ്യം വിഴുങ്ങി, വലിയ മത്സ്യം തിമിംഗലം വിഴുങ്ങി അതിനുള്ളിൽ കഴിയാൻ അബോധാവസ്ഥയിലായി. ബഹുമാനപ്പെട്ടവരെ അവിടെ നിന്നുകൊണ്ട് പടച്ചറബിലേക്ക് ദുആ ചെയ്തു. തന്റെ ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പ് പടച്ചറബിലേക്ക് ദുആ ചെയ്തു. ഒരു തസ്ബീഹ്, പടച്ചറബേ എനിക്ക് പറ്റിപ്പോയല്ലോ. ഇരുട്ടറയിലേക്ക് ചെന്ന് വീഴാൻ ഖുർആൻ പറയാൻ, وَظَنُّونِ إِذْ ذَهَبَ مُغَاضِبًا فَظَنَّ أَن لَّن نَّقْدِرَ عَلَيْهِ فَنَادَى فِي الظُّلُمَاتِ. മത്സ്യത്തിന്റെ വയറ്റിന്റെ അകത്തളങ്ങളിൽ കുടുങ്ങിയതാകുന്ന ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. മത്സ്യത്തിന്റെ അകത്തളം ഇരുളാണ്, പ്രകാശമില്ല. അത് വായടച്ചു കഴിഞ്ഞാൽ ഇരുട്ടല്ലേ, ഇരുളറയല്ലേ. ഫനാദാ ഫിൽ ളുലുമാത്. ഇരുട്ടറയിൽ നിന്നുകൊണ്ട് പടച്ച റബ്ബിനെ വിളിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആരാ
ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, തീർച്ചയായും ഈ വിനീതൻ അക്രമിയാണ്, തെറ്റുകാരനാണ്. അല്ലാഹ് നീ അഫ്വ് ചെയ്യണേ അല്ലാഹ്. فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു രേഖപ്പെടുത്തുകയാണ്, തസ്ബീഹ് ചൊല്ലിയതാകുന്ന ബഹുമാനപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല 40 ദിവസത്തോളം ആ മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ വസിപ്പിച്ചതായ അല്ലാഹു ആ മത്സ്യത്തെ കൊണ്ട് കരയിൽ കൊണ്ടുവന്ന് കക്കിക്കുകയാണ്. വിഴുങ്ങിയതാകുന്ന മത്സ്യം യൂനുസ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവന്ന് കരയിലേക്ക് കൊണ്ടുവന്നു തുപ്പിവെച്ചു അത്രേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഫസ്തജബ്നാ ലഹു ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ വാക്യം പറഞ്ഞുകൊണ്ട് അതിനുള്ളിൽ നിലകൊണ്ടതായ ബഹുമാനപ്പെട്ടവരെ അല്ലാഹു ഉത്തരം നൽകുകയാണ്, ഉത്തരം നൽകുകയാണ്. വനജൈനാഹു മിനൽ ഗം, എല്ലാ മനക്ലേശങ്ങളിൽ നിന്ന്, മനപ്രയാസത്തിൽ നിന്ന്, മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ അകപ്പെട്ടു പോയി ജീവിതം അപകടപ്പെടുമോ എന്ന് പേടിച്ചു പോയ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തുകയാ. വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ആലപ്പുഴ ജില്ലയിലുള്ള പതിയാങ്കരയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തേ, ലോകത്തുള്ള വിശ്വാസിനികളെ ഇപ്രകാരം നാം രക്ഷപ്പെടുത്തും കേട്ടോ. അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലി അവനെ പുകഴ്ത്തി അവനെ വാഴ്ത്തിക്കൊണ്ട് നിലകൊണ്ടാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ജനങ്ങളെ നിങ്ങളെ രക്ഷിക്കാൻ അല്ലാഹു റെഡിയാണ്, റെഡിയാണ്. സൂറത്തുൽ ഖലമിന്റെ അവസാനം അല്ലാഹു പറയുകയാണ്, ഫസ്ബിർ ലിഹുക്മി റബ്ബിക് വലാ തകുൻ കസാഹിബിൽ ഹൂത് ഇദ് നാദാ വഹുവ മക്ലൂം. പടച്ചറപ്പിൻ്റെതാകുന്ന ശിക്ഷ ജനങ്ങൾക്ക് വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും ഓടി ഒളിക്കാമെന്ന് പറഞ്ഞ് പ്രബോധന ദൗത്യത്തിൽ നിന്ന് ഓടിമാറി കപ്പലിൽ കയറിയതാകുന്ന യൂനുസിനെ ആളുകൾ കപ്പലിൽ നിന്ന് വീഴ്ത്താൻ നേരം ചാടി പുറപ്പെട്ടതാകുന്ന യൂനുസ് കടലിന്റെ അടിയിലേക്ക് പോയപ്പോ മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ സംരക്ഷിച്ചതായ അല്ലാഹു ബഹുമാനപ്പെട്ടവർ അതിനുള്ളിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ദിക്ർ ചൊല്ലുകയാണ്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം ആ മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ വെച്ചുകൊണ്ട് ചൊല്ലിയ ദിക്ർ അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഫലൗലാ നിഅമതും മിർ റബ്ബിഹി ലനുബിദ ബിൽ അറാ വഹുവ മദ്മൂം. അല്ലാഹുവിന്റെ നിഅമത്ത് ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഏതാണ് നിഅമത്ത്? അഥവാ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ, ഞാൻ അക്രമിയാണ്, അക്രമിയാണ്, നീ പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. അല്ലാഹുവിനെ വാഴ്ത്തുന്ന ഈ തസ്ബീഹിന്റെ വചനമാണ് നിഅമത്ത്. ഈ അനുഗ്രഹത്തിന്റെ വാക്ക് മൊഴിയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ലനുബിദ ബിൽ അറാ വഹുവ മദ്മൂം. ജനവാസമില്ലാത്ത ഏതെങ്കിലും മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ കക്കി വെക്കുമായിരുന്നു കേട്ടോ. ആ മത്സ്യം കൊണ്ടുവന്ന് ഉപേക്ഷിക്കുമായിരുന്നു. ആരോരുമില്ലാത്ത നിന്യനായ നിസ്സാരനായ വ്യക്തിയായി അദ്ദേഹം മാറുമായിരുന്നു. രക്ഷപ്പെടാനുള്ള കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ പടച്ചറബിനെ മുറുകെ പിടിച്ച് ദിക്ർ ചൊല്ലിയതിന്റെ ഗുണമാണ് കേട്ടോ എന്ന് വിശുദ്ധമായ ഖുർആൻ. പ്രതിസന്ധികൾ വരുമ്പോ
പതിയാങ്കരയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, സമ്പത്തില്ലാതെ വിഷമിക്കുമ്പോ, ശാരീരികമാകുന്ന അസ്വസ്ഥതകൾ വരുമ്പോ, മാരകമാകുന്ന ക്യാൻസർ എന്ന രോഗം കൊണ്ട് അല്ലാഹു നിന്നെ തളർത്തുമ്പോ, നിന്നെ പരീക്ഷിക്കുമ്പോ, ഏതെല്ലാം നിലക്ക് പടച്ച റബ്ബ് പരീക്ഷണങ്ങൾ നൽകിയാലും, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നൽകിയാലും, നിന്റെ നാവിൽ ഒഴിയാതെ മുറിയാതെ വരേണ്ടതായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. വീടിനകത്തളങ്ങളിൽ ഇരുട്ടുള്ള റൂമിൽ ഒരാൾ പോലും അറിയാതെ, നിന്റെ ഭർത്താവ് അറിയണ്ട, നിന്റെ കൂട്ടുകാരൻ അറിയണ്ട, നിന്റെ നാട്ടുകാരറിയണ്ട, നിന്റെ സമൂഹം അറിയണ്ട, നിന്റെ സമുദായം അറിയണ്ട, നിന്നെ സർവരും ഒറ്റപ്പെടുത്തട്ടെ. നിനക്കൊരാൾ മതി. അത് ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, ജഗന്നിയന്താവാണ്, പരിപാലകനാണ്, സർവേശ്വരനാണ്, സർവാധിപതിയാണ്, സർവലോക സൃഷ്ടിപ്പിന് സംഹാര കർത്താവാണ്. ആ അല്ലാഹുവിനോട് രാത്രിയിൽ ഇരുന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദിക്ർ ചൊല്ലണേ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആശുറായിന്റെ രാവിൽ 70 പ്രാവശ്യം ആരെങ്കിലും ഇത് ചൊല്ലിയാൽ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒക്കെയാണ് ചെല്ലേണ്ടത്. അത് ഇരുന്നിട്ട് സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലി. സുബ്ഹാനല്ലാഹ്. ആശുറായിന്റെ സുദിനം ഇതേപോലെ ഒരു രാവിൽ, ഇതിന്റെ പ്രഭാതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂനിനോട്, തിമിംഗലത്തോട് പറയുന്നു, നിന്റെ വയറ്റിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ച എന്റെ അടിമയെ ആ മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല വഅംബതിനാ അലൈഹി ശജറതൻ മിൻ യഖ്തീൻ. മനോഹരമാകുന്ന ചുരക്കയുടെ പടർന്നു പന്തലിക്കുന്ന വള്ളികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കൊണ്ടിട്ടതാകുന്ന മരുഭൂമിയിൽ അല്ലാഹു മുളപ്പിക്കുകയും അതിലൂടെ തണൽ നൽകുകയും അതിൻ്റെ കുടിനീരും അതിൻ്റെതാകുന്ന ഭക്ഷണവും അല്ലാഹു നൽകി ശരീരത്തെ പുഷ്ടിപ്പെടുത്തി എന്ന് വിശുദ്ധമായ ഖുർആൻ കൊണ്ടുവന്ന് മരുഭൂമിയിലേക്ക് കക്കി വെച്ചു. 40 ദിവസം മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ കഴിഞ്ഞ ഒരു മനുഷ്യന്റെ രൂപം വെളുത്ത് വിളറും അല്ലാതെ. അല്ലാഹു അത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ. അപ്പൊ നമ്മൾ കണ്ടില്ലേ, വാർത്തയിൽ കേട്ടില്ലേ, ജോയി എന്നൊരു വ്യക്തിയെ കുറിച്ച്. തിരുവനന്തപുരം ജില്ലയിൽ മാൻഹോളിൽ വീണ ഒരു സഹോദരൻ 47 മണിക്കൂറോളം നിരന്തരമായി അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കി. 47 മണിക്കൂർ. 46-കാരനായ ചെറുപ്പക്കാരൻ. 1500 രൂപ കിട്ടും. ആ കിടക്കുന്നതാകുന്ന വേസ്റ്റ് ആ തോട്ടിൽ നിന്ന് എടുത്തു മാറ്റിയാൽ എന്ന് കരുതിയിട്ട് പാവപ്പെട്ടവൻ ഇറങ്ങാൻ സ്വന്തം അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് നിലകൊണ്ട സഹോദരൻ. മനുഷ്യരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. മനുഷ്യൻ തൊടാൻ വെറുക്കുന്നതാകുന്ന അതിനുള്ളിലേക്ക് ആ സഹോദരൻ ഇറങ്ങി വലിയ അപകടത്തിൽപ്പെട്ടു. അദ്ദേഹത്തിന്റെ ബോഡി അവസാനം കുബ ഡൈവേഴ്സും ടീമും അവരുടെയൊക്കെ പരിശ്രമം നിസ്സാരമല്ല. ഫയർഫോഴ്സും കുബ ഡൈവേഴ്സിനൊക്കെ അഭിനന്ദിക്കേണ്ടതാണ്. കാരണം നമ്മളൊക്കെ തൊടാനും അടുക്കാനും വെറുക്കുന്നതാകുന്ന മാലിന്യത്തിനുള്ളിൽ ഇറങ്ങി മുങ്ങി താന്നിട്ട് മണിക്കൂറുകൾ ദിവസങ്ങളോളം രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അവസാനം അദ്ദേഹത്തെ കണ്ടെത്തിയപ്പോൾ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലേക്ക് ഒരു തുണിയിലേക്ക് കൂടെ പൊതിഞ്ഞപ്പോൾ ആ തുണിയിൽ തൊലിയെല്ലാം കൂടി എന്ത് ചെയ്തു, അടർന്ന് മാറി. കാരണം ദിവസങ്ങളോളം അഴുക്ക് ചാലിൽ കിടക്കുക. അള്ളാഹു കുടുംബത്തിന് ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഹൈറായ പകരക്കാരനെ അള്ളാഹു നസീബാക്കട്ടെ. അത്തരത്തിലുള്ള വിപത്തുകളെ തൊട്ട് നമ്മയും ലോകരെയും അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് അത്തരത്തിൽ ഒരു അപകടം മാൻഹോളിൽ സംഭവിച്ചു. നമ്മളുടെ മനോന്തരത്തിലേക്ക് വരികയാണ്. അള്ളാഹു അത്തരത്തിലുള്ള വിപത്തുകളെ തൊട്ട് കാക്കുമാറാവട്ടെ. 40 ദിവസം ഒരു മീനിന്റെ വയറ്റിനുള്ളിൽ കഴിഞ്ഞ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. പ്രവാചകനാണ്. പടച്ച റബ്ബിൻ്റെതാകുന്ന തീരുമാനത്തിൽ
ഒളിച്ചോടാൻ തയ്യാറായി. ആ സമൂഹത്തെ വിട്ടിട്ട് അവരെ നിർദ്ദേശിച്ച് നന്നാക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഒളിച്ചോടി നാട്ടിൽ നിന്ന് പോയ വ്യക്തിയാണ്. കപ്പലിൽ കയറി കപ്പൽ മുങ്ങുവെന്ന് കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞു ഒരാൾ ഇറങ്ങണം, നറുക്കിട്ടു, 3 വട്ടമിട്ടു, പേര് വീണു, തന്നെ എടുത്തെറിയുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം സ്വയം ചാടി. ഫിലിപ്പീനാ കണ്ട സ്വയം ചാടി. റബ്ബിന്റെ തീരുമാനമല്ലേ എടുത്ത് ചാടുക. പക്ഷെ പടച്ച റബ്ബിന്റെ തീരുമാനം വലിയ തീരുമാനം. മത്സ്യം വന്നു വിഴുങ്ങി. 40 ദിവസം കഴിഞ്ഞപ്പോൾ കരയിൽ കൊണ്ടു കക്കി വെച്ചു. ഖുർആൻ പറഞ്ഞു വഅംബത്തിനാലൈഹി ശജറത്തൻ മിൻ യഖ്തീൻ. യഖ്തീൻ എന്ന് പറഞ്ഞാൽ ചുരക്കാന്ന് പറയും. നമ്മുടെ പച്ചക്കറിയിലുള്ളതാകുന്ന സാധനമാണ്. ചുരക്കാന്നല്ലേ പറയാ? ചുരങ്ങാന്നോ? മലബാറിൽ ചുരങ്ങാന്നാണ് പറയാ. നമ്മളിവിടെ ചുരക്കാന്നല്ലേ പറയാ. പച്ചക്കറിയിൽ ഒരു വെളുത്തിട്ട് നീണ്ട ഒരു ഐറ്റം ഇല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായവരൊന്ന് കൈയുറക്കി. അത് മനസ്സിലാകാത്തവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ ചൊരക്കാന്ന് പറയുന്ന സാധനം ചെയ്യാൻ മനസ്സിലായ സാധനം മനസ്സിലായ ഈ ചൊരക്കാന്ന് പറയുന്ന സാധനം ഇത് വള്ളിയാണ്. ആ വള്ളി വല്ലാതെ പിടിച്ചു പന്തളിച്ചു. ബഹുമാനപ്പെട്ടവർ കടക്കുന്ന ആ സ്ഥലത്ത് മരുഭൂമിയിലാന്ന് ഓർക്കണം. അള്ളാഹ് റബ്ബിന്റെ തീരുമാനമാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ തൊലി മുഴുവനും വെളുത്ത് വിളറിയിരിക്കുകയാണ്. ഈച്ച വന്ന് പൊതിയും ഭയങ്കരമായിട്ട്. മീന്റെ വയറ്റിൽ കടന്നതല്ലേ, അപ്പൊ അതിന്റെ നാറ്റവും ദുർഗന്ധവും കൊണ്ട് ഈച്ച വന്ന് പൊതിയും. ഈച്ച അടുക്കൂല ഏത് ഈ ചൊരക്കയുടേതാകുന്ന മരത്തിനടുത്തേക്ക്. റബ്ബിന്റെ തീരുമാനം നോക്കണം. അപ്പൊ അതിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതിഞ്ഞു. മുഫസ്സിരീങ്ങൾ പറയുന്നു വലിയ ശ്രേഷ്ഠതയുള്ള മരമാണ്. ഇഷ്ടമുള്ള നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഏത്? ചൊരക്കാന്ന് പറയുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഒരിക്കൽ ഒരു വലിയ സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാനും ഭക്ഷണത്തിന് വേണ്ടി ഇരുന്നു. അവിടെ ഭക്ഷണത്തിന് വേണ്ടി ഇരുന്നപ്പോൾ മാംസവുമുണ്ട്, ഇറച്ചിയുമുണ്ട്, എന്തുമുണ്ട്? ചൊരക്കയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചൊരക്കയിലേക്ക് ഇങ്ങനെ കൈയിട്ടിട്ട് ആ ചൊരക്ക ഇങ്ങനെ എടുത്തെടുത്ത് കഴിക്കുന്നു. പലപ്പോഴായി ഇത് കണ്ടപ്പോൾ ഞാനും പിന്നെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എപ്പോൾ പച്ചക്കറി വാങ്ങാൻ പോകുകയിലും എന്ത് വാങ്ങും? ചൊരക്ക കൂടി വാങ്ങും. കാരണം നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് ഏത് സൈസ് നല്ലതാണ്. കണ്ണിനെ കാഴ്ച കിട്ടും, ആരോഗ്യം നല്ലതുപോലെ വീണ്ടെടുക്കും, അതിസാരവും മറ്റു രോഗങ്ങളെ തൊട്ടൊക്കെ കാവല് കിട്ടും, ശരീരം പുഷ്ടിപ്പെടുത്താൻ നല്ലതാണ്. ഒക്കെ മഹത്തുക്കൾ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചില കറികൾ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഉത്തരേന്ത്യൻ ഭാഗത്തേക്കൊക്കെ പോയാൽ ഇറച്ചിക്കറിക്കകത്ത് എന്തുണ്ട്? ചൊരക്ക കിട്ടും. അങ്ങനെ ഒരു കറി വെക്കുമ്പോൾ നബി തങ്ങൾ അതിൽ നിന്ന് കൂടുതൽ കഴിക്കുന്നു. ഏതിൽ നിന്ന്? ചൊരക്കാണ് കൂടുതൽ എടുക്കുന്നത്. ഇത് കേട്ടിട്ട് നാളെ ഉസ്താദ്മാർ അട്ടിപ്പാത്രത്തിൽ ചൊരക്ക കൂടുതലാക്കി കൊടുക്കുക. മുമ്പൊരു സ്ഥലത്ത് ഇത് പറഞ്ഞിട്ട് അട്ടിപ്പാത്രം ഒന്നാമത്തെ പാത്രം എന്ന് പറയുമ്പോൾ ചൊരക്കയുടെ കറി, രണ്ടാമത്തെ ഇല്ലെങ്കിൽ ഇറച്ചി അരി നോക്കുമ്പോൾ അതിൽ നോക്കുമ്പോൾ ചൊരക്കയുടെ തോരൻ. ഇതിലയില്ല എന്ന് പറഞ്ഞ പോലെ ചൊരക്ക കൊണ്ട് ഇനി ആറാടരുത്. എന്ത് വേണം? എല്ലാத்தைയും വെച്ചോളൂ. ഇറച്ചി ഉണ്ടായിരുന്നു എന്ന് ഞാനിപ്പോൾ പറഞ്ഞു. അതിനകത്ത് എന്തുകൊണ്ടായിരുന്നു? ഇറച്ചി ഉണ്ട്. നിങ്ങൾ ചൊരക്ക ഇട്ടിട്ടൊന്ന് കറി വെച്ച് നോക്ക്. ഇറച്ചി വെക്കുമ്പോൾ ചൊരക്കയും കൂടി ഒരല്പം അതിലിടുക. ഏതുപോലെ പണ്ട് കാലത്ത് ആട്ടിറച്ചി 1/2 കിലോ വാങ്ങിയാൽ 5 കിലോ എന്തിടും? കിഴങ്ങിടും. ആട്ടിറച്ചി 1/2 കിലോ ഉള്ളൂ, 5 കിലോ കിഴങ്ങിടും. എന്തിനാണ്? ആ കറിക്കൊരു കൊഴുപ്പ് കിട്ടാനോ. കറിക്ക് അല്പം ഉപ്പ് കൂടി പോയാൽ ഈ കിഴങ്ങെന്ത് ചെയ്യും? പിടിച്ചെടുക്കും. അതൊക്കെ പെണ്ണുങ്ങളുടെ ട്രിക്കാണ്. ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ ഈ കിഴങ്ങിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഉപ്പ് കൂടി വലിച്ചെടുക്കും എന്നും പറഞ്ഞ് നാളെ 1/2 കിലോ ഉപ്പ് എടുത്തിട്ട് കിഴങ്ങ് വലിച്ചെടുക്കുമെന്ന് പറഞ്ഞ് 5 കിഴങ്ങൊന്നും ഇട്ട് നോക്കല്ലേ, അടിയും ബഹളവും ഉണ്ടാവും. ഒരല്പമൊക്കെ കൂടിപ്പോയാൽ അത് വലിച്ചെടുക്കും. അതിനങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല കറിക്കൊരു കൊഴുപ്പ് കൂട്ടും അല്ലേ, നല്ലൊരു സ്വാദിഷ്ടമാണ്. ആ ഇറച്ചിക്കറിക്ക് ഒരു റാഹത്തുണ്ടാവും. ഇതേപോലെ ചൊരക്കയും ഇടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽപ്പെട്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അക്കാലഘട്ടത്തിലെ കറി അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ചെയ്തു നോക്കിയാൽ നിങ്ങൾ ഒരു ദിവസം ഒരല്പം ചൊരക്ക കൂടി ഇറച്ചിക്കറിയിൽ, ഇനി നാളെ വെക്കുന്ന കറിക്കാൽ തന്നെ അങ്ങനെ ഇട്ടോളി. നബിതങ്ങളുടെ സുന്നത്തൊന്ന് പിൻപറ്റി നോക്ക്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കാരണം നാളെ ഇവിടെ രാവിലെ ആരെങ്കിലും ചൊരക്ക കച്ചവടം ചെയ്യും. കാരണം കച്ചവടം നടക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ചൊരക്ക കേട്ടോ, ഇത് പറഞ്ഞത് സുന്നത്തായതാണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. തണ്ണിമത്തനും അതുപോലെ തന്നെ ചൊരക്കയും സ്വർഗത്തിന്റെ ഭക്ഷണമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നോമ്പ് തുറക്കാൻ എല്ലാ പള്ളിയിലും തണ്ണിമത്തനും ഉണ്ടാവും അല്ലേ. തണ്ണിമത്തന്റെ ജ്യൂസ് റമദാനിൽ അത് കുടിച്ചു തണ്ണിമത്തനും അതുപോലെ ചൊരക്കയും എവിടുത്തെ ഭക്ഷണമാണ്? സ്വർഗത്തിൽ അതുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഹദീസാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. കാന യുഹിബ്ബുൽ ഖറഅ. മറ്റൊരു ഹദീസിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊരക്കയെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. വയഖൂലു, നബി തങ്ങൾ പറയും, ഇത് ആരുടേതാണ്? ബഹുമാനപ്പെട്ടതാകുന്ന യൂനുസ് നബി അലൈഹിസ്സലാം ഇഷ്ടപ്പെട്ടതാകുന്ന ഭക്ഷണമാണെന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴായി സ്വഹാബത്തിനോട് പറഞ്ഞിരുന്നു.
അപ്പോൾ നമ്മളും അത് ഇഷ്ടപ്പെടണം. അനസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി നബിതങ്ങൾ അത് കണ്ടു, ജീവിതത്തിൽ അത് വാങ്ങും. ചക്കരി പോയി നമ്മൾ കോവയ്ക്കായും പാവയ്ക്കായും മുരിങ്ങയ്ക്കായും എല്ലാ ഇക്കാമാരെ വാങ്ങുമ്പോൾ എന്ത് ഇക്കായ കൂടി വാങ്ങണം? ചുരക്കായും കൂടി വാങ്ങാൻ മറക്കരുത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഈ ചൊരക്കയുടെ മകരത്തിനുള്ള പ്രത്യേകത അതാണ്. ഇതിന് വള്ളി പടർന്ന് പന്തലിച്ച് അവിടെ ഈച്ച വരൂല. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു സംരക്ഷണം നൽകാൻ. എല്ലാവരും ഒരു മലയിൽ നിന്ന് ഒരു ആട് വന്നിട്ട് കൃത്യമായി പാല് ചുരത്തി കൊടുക്കും. ബഹുമാനപ്പെട്ടവർ അത് കുടിക്കും. അങ്ങനെ ക്ഷീണമകറ്റി ഈ ചൊരക്കയും അതിൽ നിന്ന് നീരും കുടിക്കുന്നു, ഈ പാലും കുടിക്കുന്നു. റാഹത്തായി ക്ഷീണമകറ്റി നല്ല പൂർവാദിയും ഭംഗിയായി ബഹുമാനപ്പെട്ടവർ നല്ല ഇസ്സത്തോടുകൂടി പ്രതാപത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് ആ സമൂഹത്തിലേക്ക് തന്നെ ചെന്നു. അവിടേക്ക് എത്തിയപ്പോൾ തന്നെ കൊണ്ട് അവിശ്വസിച്ച, അള്ളാഹുവിനെ കൊണ്ട് അവിശ്വസിച്ച ആ സമൂഹം ബഹുമാനപ്പെട്ടവർ ശപിച്ചിട്ട് ഇറങ്ങിപ്പോയപ്പോ ഈ നാട്ടുകാർ നിങ്ങൾ ഗുണം പിടിക്കൂല, നിങ്ങൾ നശിക്കും കേട്ടോ, കാരണം അള്ളാഹുവിന്റെ ശാപമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയ ആ സമൂഹം ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ വാക്കിൽ പേടിച്ചിട്ട് അവരൊക്കെ മുസ്ലിമായിട്ടുണ്ട്. അങ്ങനെ അവരോടൊപ്പം ദീനി ദഅവത്തിൽ വ്യാപൃതരായി ബഹുമാനപ്പെട്ടവർ നിലകൊണ്ടു എന്ന് പരിശുദ്ധമായ ഖുർആൻ. ചരിത്രം പിന്നീട് അങ്ങനെയാണ്. ഇതെങ്ങനെയാ ഉണ്ടായത്? ഈ സംഭവം ഉണ്ടായ എന്നാണത് യൗമ ആശുറാ. ബഹുമാനപ്പെട്ടവർ ആ മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ നിന്ന് 40ാമത്തെ ദിവസം എത്തി കരയിലേക്ക് കൊണ്ടുവന്ന് കക്കിവെച്ച ദിവസം ഏതാണ്? ആശുറാഇന്റെ സുദിനമാണ്. അദ്ദേഹത്തിന് രക്ഷ കിട്ടിയ ദിവസമാണ്. അപ്പൊ യൂനുസ് നബി അലൈഹിസ്സലാമിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു ഈ സംഭവം വിവരിച്ചു കൊടുത്തിട്ട്. ശ്രദ്ധിക്കണേ, എന്താ പറഞ്ഞത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കലിമത്തുൻ മിൻദി കലിമത്തു അഖി യൂനുസ. എൻ്റെ അടുക്കൽ ഒരു വാക്കുണ്ട് സ്വഹാബാ, പ്രവാചകത്വത്തിൽ സഹോദരനാകുന്ന എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന യൂനുസ് എന്നതാകുന്ന പ്രവാചകന്റെ വാക്കാണ്. മാമിൻ മക്റൂബിൻ യഖൂലുഹാ ഇല്ലാ ഫറജല്ലാഹു അൻഹു ഖുർബഹു. വനപ്രയാസമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആ വാക്ക് പറഞ്ഞാൽ അവന്റെ പ്രയാസം അല്ലാഹു നീക്കി കൊടുക്കുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. കലിമത്തുൻ ഇൻദി, നബി തങ്ങളുടെ വാക്കാണ്. കലിമത്തുൻ ഇൻദി, എൻ്റെ അടുക്കൽ ഒരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? മാമിൻ മക്റൂബിൻ യഖൂലുഹാ ഇല്ലാ ഫറജല്ലാഹു അൻഹു ഖുർബഹു. ഏതെങ്കിലും മനപ്രയാസമുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം, ഏതെങ്കിലും ഒരു സഹോദരൻ, പതിയാങ്കരയിലുള്ളതാകട്ടെ ഏതെങ്കിലും ഒരു ഉമ്മ, ഏതെങ്കിലും ഒരു സഹോദരി ആ വാക്ക് പറഞ്ഞാൽ ഇല്ലാ ഫറജല്ലാഹു അൻഹു, അവന്റെ പ്രയാസവും അവന്റെ ബുദ്ധിമുട്ടും അവന്റെ പ്രതിസന്ധിയും ഒക്കെ അല്ലാഹു തരണം ചെയ്ത് സന്തോഷം അവന് കൊടുക്കും. കലിമത്തു അഖി യൂനുസ, പ്രവാചകത്വത്തിൽ എൻ്റെ സഹോദരനാകുന്ന യൂനുസ് എന്ന പ്രവാചകന്റേതാകുന്ന വാക്കാണത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന വാക്കാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഇന്നത്തെ ദിവസം മുതലായില്ലേ? പഠിച്ച എന്ന് പറഞ്ഞ എല്ലാവരും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മനസ്സറിഞ്ഞിട്ട് പടച്ചറബിനോടാണ് പറയുന്നത് എന്ന ചിന്താഗതിയിൽ ഇന്ന് വരെ ചെയ്തു പോയിട്ടുള്ള സർവ്വ തെറ്റുകുറ്റങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഓരോ മുസ്ലിം സഹോദരന്മാരും നാവ് കൊണ്ട് പറയുകയും ഹൃദയം കൊണ്ട് ചിന്തിച്ചുകൊണ്ട് പടച്ചറബിലേക്ക് തൗബ ചെയ്തും പറയണേ, ലാ ഇലാഹ ഇല്ലാ അൻത, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, തീർച്ചയായും ഞാൻ അക്രമിയാണ്, തെമ്മാടിയാണ്, ഞാൻ ഏറ്റവും മോശപ്പെട്ടവനാണ്. പടച്ചറബിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ഞാൻ തെറ്റുകാരനാണെന്ന് ഏറ്റു പറയുന്നതിനേക്കാൾ മറ്റൊരു അടിമത്തമില്ല. ഉറക്കെ ചൊല്ലണേ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ
ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. 1891 ജെയിംസ് എന്ന് പറയുന്ന ജെയിംസ് ബാർലി എന്ന് പറയുന്ന വ്യക്തി നാവികനാണ്. അദ്ദേഹം ഒരു വലിയ യാത്രാ സംഘവുമായിട്ട് കപ്പലിൽ കയറി യാത്ര തിരിച്ചു. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ വലിയൊരു സംഭവം ഉണ്ടായി. ആ കപ്പലിന് ചുറ്റുവട്ടം വലിയൊരു തിമിംഗലം വന്ന് പ്രയാസപ്പെടുത്തുകയാണ്. യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ നേരെ തിരിച്ചാൻ ചാടിയതിനു ശേഷം തിമിംഗലം വിഴുങ്ങുകയാണ്. ജെയിംസ് ബാർലി അടക്കമുള്ളതാകുന്ന 5ഓളം വരുന്ന നാവികർ ആ തിമിംഗലത്തെ തുരത്താൻ വേണ്ടി ചെറിയ കപ്പലാക്കി വലിയ കപ്പലിൽ നിന്ന് അവരിറങ്ങി. വലിയതാകുന്ന കുന്തവുമൊക്കെ ആയിട്ട് ഇറങ്ങി അതിനെ ഒന്ന് അകറ്റാനും മാറ്റാനും വേണ്ടി പരിശ്രമിച്ചു. പക്ഷെ 5 ആളുകൾ വെള്ളത്തിൽ പോയി. ഇതിൽ ജെയിംസ് ബാർലി എന്ന് പറയുന്ന നാവികനും വെള്ളത്തിൽ പോയി. എല്ലാവരും തപ്പി, മണിക്കൂറുകളോളം തപ്പി, ആളെ കാണുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ കിട്ടി, ജെയിംസ് ബാർലി എന്ന് പറയുന്ന നാവികനെ കിട്ടുന്നില്ല. അവസാനം അദ്ദേഹം എന്തായാലും വെള്ളത്തിൽ മുങ്ങി ചത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി തിരച്ചിൽ മതിയാക്കി എല്ലാവരും ആ ചെറിയ കപ്പലിൽ നിന്ന് വലിയ കപ്പലിൽ കയറി യാത്ര പോയി. ദിവസങ്ങൾ കഴിഞ്ഞു, 68 മണിക്കൂറുകൾ കഴിഞ്ഞു എന്ന് ശാസ്ത്രം രേഖപ്പെടുത്താൻ UK-യിലും US-ലും അടക്കമുള്ള എല്ലാ പ്രധാന മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. 68 മണിക്കൂറുകൾക്ക് ശേഷം അഥവാ 2 ദിവസങ്ങൾക്ക് ശേഷം 3-ാം പൊക്കം അദ്ദേഹത്തിൻ്റെതാകുന്ന ശരീരം യാതൊരുവിധ കേടുമില്ലാതെ കരയിൽ കൊണ്ടുവന്ന് തിമിംഗലം തുപ്പാണ്. തുപ്പാന്ന് പറഞ്ഞാൽ ആ തിമിംഗലം എന്തോ വിഷാംശം ഉള്ളിൽ ചെന്നിട്ടെന്ന് കരയിൽ വന്ന് അടിയുകയാണ്. പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണുകയാണ്. ഇതേ തിമിംഗലം തന്നെ. അതിനുള്ളിൽ എന്തോ ജീവനുണ്ടെന്ന് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അതിന്റെ വയറ് മുറിച്ചു പുറത്തെടുത്ത് നോക്കുമ്പോൾ അതിനുള്ളിൽ യാതൊരു കേടുപാടുമില്ലാതെ അബോധാവസ്ഥയിൽ ഈ മനുഷ്യൻ കിടക്കാൻ. ബോധമില്ല, ബോധം പോയിട്ടുണ്ട്, പക്ഷെ യാതൊരു പ്രശ്നമില്ല. അദ്ദേഹത്തോട് ദിവസങ്ങൾ കഴിഞ്ഞ ട്രീറ്റ്മെന്റിന് ശേഷം, ആധുനിക ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൊടുത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം ചോദിച്ചു എന്താണ് സംഭവിച്ചത്. അദ്ദേഹം പറഞ്ഞു, വലിയൊരു തിമിംഗലം എൻ്റെ അടുക്കലേക്ക് വന്ന് ആ തിമിംഗലം അതിന്റെ വാ തുറക്കുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതും ഓർമ്മയുണ്ട്. പിന്നെ ഒരു ഇരുട്ടറയാണ്, ഏതൊക്കെയോ വഴിയിലൂടെ ഞാൻ പോകുന്നതായിട്ട് തോന്നുകയാണ്. അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. പിന്നെ എനിക്കൊന്നും അറിയില്ല, പിന്നെ എനിക്കൊരു ബോധവുമില്ലായിരുന്നു, എന്താണ് സംഭവിച്ചെന്ന് അറിയില്ല. അതിന്റെ വായങ്ങ് അടയ്ക്കുകയും ക്ലോസ് ചെയ്യും. പിന്നെ എനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു പോയി, വായുസഞ്ചാരം നഷ്ടപ്പെട്ട പോലെ എന്തോ ഒരു തോന്നൽ പോലെ പ്രയാസപ്പെട്ട് അങ്ങനെ കിടക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ 40 ദിവസമാണ് ആരുടെ കഥ പറഞ്ഞത്? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. ലോക ചരിത്രത്തിൽ പിന്നീട് അതിന് ശേഷം നടന്ന സംഭവമാണ് ഈ പറയുന്നത്. പിന്നീട് ചരിത്രം രേഖപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ കല്ലറ UK-യിലുണ്ട്. ഗ്ലോസെസ്റ്റർ എന്ന് പറയുന്നതാകുന്ന പ്രദേശത്ത് അദ്ദേഹത്തിന്റെ ശവക്കല്ലറയിൽ ഇപ്പോഴും രേഖപ്പെടുത്തിയതായി കാണാം. ഇദ്ദേഹം ഒരു മോഡേൺ ജോനോയാണ്. ജോനോ എന്ന് പറഞ്ഞാൽ അവരുടെ വാക്കിൽ യൂനുസ് എന്നാണ്. ആധുനിക യൂനുസ് ആണ് ആര്? ജെയിംസ് ബാർലി എന്ന് പറയുന്ന വ്യക്തി. ദ ജെയിംസ് ബാർലി എ മോഡേൺ ജോനോ എന്നവർ രേഖപ്പെടുത്തിയൊക്കെയാണ് ശവക്കല്ലറയിൽ. മനസ്സിലാക്കണം, ഇതൊക്കെ ചരിത്രമാണ്. എല്ലാ മാധ്യമങ്ങളും ഇന്ന് നിങ്ങൾ ഗൂഗിളിലുള്ള ആളുകൾ ഇപ്പോഴൊന്ന് അടിച്ചു നോക്കിയോ, ജെയിംസ് ബാർലി എന്ന് ഇപ്പൊ അടിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ ഹിസ്റ്ററി കിട്ടും. ഇതൊക്കെ ചരിത്ര രേഖയാണ്, വെറുതെ ഇരുന്ന് തള്ളല്ല. ഞാനിത് പറയുന്നതിന്റെ അർത്ഥം, ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം കേട്ടിട്ട് തിമിംഗലത്തിന്റെ വയറ്റിനുള്ളിലേക്ക് പോയി എന്ന് കേൾക്കുമ്പോൾ നിരീശ്വരവാദികളായ ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ, വൈകുന്നേരം ആകുമ്പോൾ മുറിക്ലിപ്പുമായിട്ട് ഇറങ്ങിയിരുന്നിട്ട് ഊറിച്ചിരിക്കുന്നതാകുന്ന മന്ദബുദ്ധികൾ, വിവരമില്ലാത്ത ആളുകൾ, വിവരദോഷികൾ. അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. ചരിത്രം പഠിക്കണം, ഉൾക്കൊള്ളണം. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഇവിടെ നൽകുകയാണ്. അതാണ് പരിശുദ്ധ ഇസ്ലാം. എത്ര വ്യക്തമാണ്, സ്ഫുടമാണ്, എത്ര വ്യക്തതയാണ്. നമ്മുടെ മക്കളെയൊക്കെ ദീൻ പഠിപ്പിക്കണം, ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഖുർആനിലെ 3 കാര്യങ്ങളാണ് വ്യക്തമായി അടയാളപ്പെടുത്തുന്നത്. ഒന്ന് താരീഖാണ്, മറ്റൊന്ന് തൗഹീദാണ്, മൂന്നാമത്തത് ഫിഖ്ഹാണ്, കർമ്മശാസ്ത്രമാണ്. ഒന്ന് തൗഹീദ്, മറ്റൊന്ന് താരീഖ്, മൂന്നാമത്തത് ഫിഖ്, കർമ്മശാസ്ത്രം. ചരിത്രങ്ങളാണ്. ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവരുടെ മനസ്സ് നന്നാവുക. വകുല്ലൻ നഖുസ്സു അലൈക
അലൈക മിൻ അംബാഇർ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക. നിങ്ങളുടെ ഹൃദയത്തിൽ ചലനമില്ലാതിരിക്കാൻ, ഹൃദയത്തിൽ ഈമാനികമാകുന്ന പരിവേഷം കൂട്ടാൻ, ഹൃദയത്തിൽ ആത്മീയത രൂഢമൂലമാക്കാൻ ചരിത്രം ഉപകരിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ സൂറത്തുൽ ഖസസ്, ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രങ്ങളെ കുറിച്ച് വ്യക്തമായി പറയും. ധാരാളം ചരിത്രങ്ങൾ, അംബിയാ മുർസലീങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്നത്. ഇന്ന് നമ്മൾ അയവിറക്കിയ, ഇന്ന് പഠിച്ചതാകുന്ന സുഹൈബ് റൂമി റളിയല്ലാഹുവിന്റെ ചരിത്രം, മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹുവിന്റെ ചരിത്രം, ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം, മഹത്തുക്കളാകുന്ന മഹാരഥന്മാരാകുന്ന പ്രവാചകരിൽ പ്രമുഖനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമൊക്കെ നമുക്കതിന് പ്രചോദനദായകമാവട്ടെ. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഇന്നത്തെ ദിവസവും ഈ രാവും വളരെയേറെ മഹത്തമാണ്. ധാരാളം അമലുകളിൽ വ്യാപൃതരാവുക. അൽഹംദുലില്ലാഹ്, ഈ ഒരു ദിവസത്തിൽ നമുക്ക് ദുആഇനും ഇത്തരത്തിലുള്ള ഒരു ആത്മീയമായ സദസ്സിനും കളമൊരുക്കിയ ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഒന്നിരാകുന്ന പതിയാങ്കര ഉസ്താദിന്റെ പേരിൽ ഒരുമിച്ച് കൂട്ടി മതവിജ്ഞാനവേദി അല്ലാഹു പൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് ഇനിയും ഇത്തരത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കുമോ ചിന്തിക്കാൻ. കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അബ്ദുൽ വഹാബ് എന്ന സഹോദരൻ, വലിയ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചതാകുന്ന സഹോദരൻ, ഇന്ന് പതിയാങ്കര പള്ളിയുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുകയാണ്. മൈലാഞ്ചി കാടുകൾക്ക് ഒരുപാട് കഥകൾ നമ്മളോട് പറയാനുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ വന്ന് ചേരേണ്ടതാണ് അവിടെ, നമ്മൾ പോയി കടക്കേണ്ടതാണ് ഈ മണ്ണിൽ. അതുകൊണ്ട് നല്ല പ്രവർത്തനം, നന്മയാർന്ന പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കാൻ. അടുത്ത വർഷം നമ്മൾ ഈ സദസ്സിൽ ഉണ്ടാകുമോ ചിന്തിക്കാൻ. വാല് പറയുന്ന ഞാനുണ്ടാകുമോ, കേൾക്കുന്ന നിങ്ങൾ ഉണ്ടാകുമോ ചിന്തിക്കാൻ. ഇന്നലെ കഴിഞ്ഞതുപോലെ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോവാൻ. പക്ഷേ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കാൻ, താടി രോമങ്ങൾ നരച്ചു. പക്ഷേ നമ്മുടെ ഇബാദത്തുകൾക്ക് യാതൊരു വർധനവുമില്ല. തെറ്റുകുറ്റങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മോശമാക്കപ്പെട്ട വാക്കുകളും ശൈലികളും നമ്മുടെ ജീവിതത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. നമസ്കാരങ്ങൾ ചിട്ടയില്ല, നോമ്പുകൾക്ക് പോലും കൃത്യതയില്ല. വർഷത്തിൽ ഒരു 3 ദിവസമെങ്കിലും നോമ്പ് നോൽക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അടക്കമുള്ള സ്വഹാബത്തിരിക്കുന്ന സദസ്സിൽ ആയിരക്കണക്കിന് സ്വഹാബത്തിന്റെ മുമ്പാകെ ചോദിച്ചു, ആരെങ്കിലും ഒരു വർഷം മുഴുവനും നോമ്പ് നോൽക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എല്ലാ ദിവസവും രാത്രിയെ ഹയാത്താക്കുന്ന വ്യക്തി ആരെങ്കിലും ഉണ്ടോ? ജീവസുറ്റതാക്കുന്ന വ്യക്തിയുണ്ടോ? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, നബിയേ. നബി തങ്ങൾ ചോദിച്ചു, എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആൻ ഖത്മ തീർക്കുന്ന വ്യക്തി ആരാണ് എന്റെ മുന്നിലുള്ളത്? സ്വഹാബത്ത് ആരും അനങ്ങിയില്ല. അപ്പോഴും കൈയുയർത്തുന്നു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ. എല്ലാ ദിവസവും രാത്രി മുഴുവനും ഹയാത്താക്കുന്ന വ്യക്തി, എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്ന വ്യക്തി, എല്ലാ ദിവസവും ഖുർആൻ ഖത്മ തീർക്കുന്ന വ്യക്തി. സ്വഹാബത്തൊക്കെ ഞെട്ടി. അപ്പൊ സ്വഹാബത്തിൽപ്പെട്ട ഒരാള് നബിയുടെ അടുക്കൽ ചെന്നിട്ട് പതുക്കെ പറഞ്ഞു, നബിയെ, ഇത് കള്ളം പറഞ്ഞതാണ്. കാരണം അദ്ദേഹം എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്നില്ല. പലപ്പോഴും ഞങ്ങൾക്കിടയിൽ നോമ്പ് നോൽക്കാതിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ഖുർആനെ ഖത്മ തീർക്കാൻ സാധ്യമേ അല്ല, അത് വെറുതെ പറഞ്ഞതാണ്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. വിടല് വിട്ടതാണ്, നമ്മൾ പറയുമല്ലോ, ചുമ്മാ വിടലാണ് എന്ന് പറയുമല്ലോ. അതുപോലെ ഒരു വ്യക്തി വന്നു, ഒരു സഹാബി വന്നു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ടു പറഞ്ഞു, ഇയാൾക്കൊരു സംശയമുണ്ട്, നീ അത് തീർത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. നബിയുടെ മുന്നിൽ വെച്ച തീർക്കാം. എന്താ, എല്ലാ ദിവസവും നോമ്പ് നോക്കുന്നു നീ പറഞ്ഞു, അങ്ങനെ നിനക്ക് വാദമുണ്ടോ? നിന്നെ നോമ്പില്ലാതെ പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാസത്തിൽ 3 നോമ്പ് പിടിച്ചാൽ തീർച്ചയായിട്ടും അതൊരു 30 ദിവസത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞത് ഞാനല്ല, ഖുർആനാണ്. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസയ്യതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ. ഒരാൾ ഒന്നിന് 10 പ്രതിഫലം, ഒരു നന്മ ചെയ്താൽ 10 പ്രതിഫലം കിട്ടുമെന്നാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്.
അപ്പൊ ഞാൻ എല്ലാ മാസവും 3 നോമ്പ് പിടിക്കും. 3 നോമ്പ് പിടിച്ചാൽ എന്തായി? അൽഹംദുലില്ലാ 30 നോമ്പായി. കാരണം 1-ന് 10 2 20 3 30. അപ്പൊ എല്ലാ 30 ദിവസവും ഞാൻ നോമ്പുണ്ട്. എല്ലാ മാസവും നോമ്പാൻ. ശഅബാൻ മാസം ഫുള്ളും പിടിക്കും. അതിന്റെ ശൈലിയിൽപ്പെട്ടതാ. നബി പറഞ്ഞു ബാഹിൻ കറക്റ്റാണ്, നീ പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഖുർആൻ വെച്ച് തെളിവോതിയിട്ടല്ലേ പറഞ്ഞു. അപ്പൊ ഈ സ്വഹാബി സമ്മതിച്ചു. ഓക്കെ, എന്നാ പിന്നെ രാത്രി മുഴുവൻ നിസ്കരിക്കുമെന്ന് പറഞ്ഞതോ? നീ ഭാര്യയുമായി ബന്ധം പുലർത്തലില്ലേ? നീ എത്രയോ സമയം കിടന്ന് ഉറങ്ങലുണ്ട്, രാത്രി ഫുള്ള് നിസ്കരിക്കുന്നുണ്ടാ? എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന എന്റെ ഈ പ്രവാചകൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ ബാത അലാ തുഹ്രിൻ, ആരെങ്കിലും ശുദ്ധിയോടുകൂടി രാത്രിയിൽ വസിച്ചാൽ ഫഹുവ, അവൻ ആരെ പോലെയാണ്? അവൻ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന രാത്രികളെ എല്ലാ രാത്രികളെയും ജീവസുറ്റതാക്കിയവനെ പോലെയാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. രാത്രി ശുദ്ധിയോടുകൂടി ഒളൂയോടുകൂടി ഉറങ്ങിയാൽ അവൻ രാത്രി ഇബാദത്ത് എടുത്തവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ എല്ലാ രാത്രിയിലും ഞാൻ ഒളൂ വെച്ചേക്കും. ഒളൂ മുറിഞ്ഞാൽ അപ്പോൾ ഞാൻ ഒളൂ എടുക്കും. ഞാൻ ഈ അടുത്ത് ഒരു മരിപ്പിന് പോയി, ഒരു മരണ വീട്ടിൽ. അപ്പൊ അവര് പറയാണ്, പ്രായം ചെന്ന ഉമ്മ, 80 കഴിഞ്ഞ ഉമ്മ, കെലിമ ഉച്ചരിച്ച് നല്ല റാഹത്തായിട്ട് മരണപ്പെട്ടത്. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് വയറ്റി തടവിയിട്ടൊന്നും മാലിന്യം കളയാൻ നോക്കിയിട്ട് ഒന്നുമില്ല. അത്ര ക്ലീനാണ്, പെർഫെക്ഷൻ, റാഹത്താണ്. സുഖമില്ലാതെ ഒന്നും കടന്നിട്ടൊന്നുമില്ല. കെലിമ ഉച്ചരിച്ച് വൃത്തിയായി, നഖമൊക്കെ അതിന് തൊട്ടു മുമ്പത്തെ തിങ്കളാഴ്ച രാവിലെ വെട്ടി വൃത്തിയാക്കി റാഹത്തായിട്ട് നല്ല മരണം. വെള്ളിയാഴ്ച ദിവസം കെലിമ ഉച്ചരിച്ച് മരിച്ചു. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. എന്താ കാരണം? എന്റെ ഉമ്മ ഒളു മുറിഞ്ഞാൽ അപ്പോ ഒളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അത് മറ്റാരുമല്ല, താഴത്തങ്ങാടി മുസ്ലിം ജമാഅത്തിലെ ഇമാം ഷഫീഖ് മൗലവി അൽ ഫാദിൽ അൽ മന്നാനി, ഒരു മന്നാനി ഉസ്താദിന്റെ പ്രിയപ്പെട്ട മാതാവാണ്. അവരുടെ സഹോദരങ്ങളൊക്കെ ആലിമീങ്ങളാണ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മരണപ്പെട്ടു പോയത്. ഒളു മുറിഞ്ഞാൽ ഉടനെ തന്നെ ഒളു എടുക്കും. എന്നിട്ടോ ഒളൂന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ഇത് വർഷങ്ങളായി ഞങ്ങൾ ജനിച്ച കാലം മുതലേ കാണുകയാണ്. മക്കൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആലോചിച്ചു നോക്ക്, നമ്മുടെയൊക്കെ കാലത്ത് ആരെങ്കിലും ഒളൂ എടുത്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും? ആയിരിക്കും? ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ ഒരു മണിമാളിക ഉണ്ടാവാൻ കാരണം അതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇസ്രാ മിഅ്റാജിന്റെ രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തിൽ ഒരു മണിമാളിക കണ്ടു. ആരുടേതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ബിലാലിന്റേതാണ്. ആരാണ് ബിലാൽ? കറുത്തവനിൽ കറുത്തവനായ നീഗ്രോ വംശജനായ ബിലാലിന്റേതാണ്. എന്താ കാരണം? ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, നബിയെ, പള്ളിയിൽ എപ്പോഴും ഉണ്ടാകും ഞാൻ 5 വഖത്ത് ബാങ്ക് വിളിക്കാൻ. ഞാൻ എപ്പോഴും ഒളു എടുക്കും. ഒളു എടുത്താൽ ഉടനെ തന്നെ ഒളുവിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അതെന്റെ ജീവിതത്തിന്റെ ശൈലിയിൽപ്പെട്ടതാണ്, ഞാൻ പതിവാക്കിയതാണ്. നബി തങ്ങൾ പറഞ്ഞു, അത് കാരണമായിട്ടാണ് നിനക്ക് ആ മണിമാളിക സ്വർഗ്ഗത്തിൽ കിട്ടിയതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആള് മരിച്ച് സ്വർഗത്തിൽ എത്തിയിട്ടില്ല, അതിനു മുമ്പ് സ്വർഗത്തിൽ അത് പണിത് വെച്ചിരിക്കാൻ ആര് കണ്ടു? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതാണ് ആ ഉമ്മാക്ക് ലഭിക്കുക. വെള്ളിയാഴ്ച ദിവസം മരിക്കുന്നു. മുഹറം മാസം ആദ്യ വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് മരിക്കാൻ. എന്ത് റാഹത്തുള്ള മരണം! അൽഹംദുലില്ലാ. മക്കളൊക്കെ ആലിമീങ്ങൾ. ഞാൻ അസർ കഴിഞ്ഞ് അവിടെ എത്തി ദുആ ചെയ്തു. അല്ലാഹു ആ ദുആ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആലിമീങ്ങളും ഉമറാക്കളും സാലിഹീങ്ങളാകുന്ന ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ അവരുടെ കുടുംബങ്ങളിലെത്തി അവർക്ക് ആശ്വാസം പകരുന്നു, സമാധാനം കൊടുക്കുന്നു. പക്ഷെ അവർ പറയുന്നു, ഞങ്ങളുടെ വാപ്പ മരിച്ചിട്ട് 37 വർഷമായി. 37 വർഷമായിട്ട് ഉമ്മ ഉണ്ട്. ഉമ്മാക്ക് യാതൊരു പ്രശ്നമില്ല, ആരോഗ്യ പ്രശ്നമില്ല. എപ്പോ ഒളു എടുത്താലും, ഒളു മുറിഞ്ഞാലും അപ്പോൾ 2ാമത് ഒളു എടുക്കും. ഒളു മുറിയുക, ഉടനെ അടുത്ത് ഒളു പുതുക്കുക. അതൊക്കെ നല്ല ശൈലിയിൽപ്പെട്ടതാണ്. ഈമാൻ നിറവടിയാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളോ അതിന് പോകുമ്പോ തന്നെ എല്ലാം വിട്ടോണ്ടാ വന്നിരിക്കുന്നത്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഒളു കളഞ്ഞിട്ടാ പോയിരിക്കുന്നത്. എവിടെ പോവാ? നമ്മുടെ അവസ്ഥ ഏതാണ്? സ്കരിക്കാൻ വിളിക്കും, ഒളു എടുക്കട്ടെ, അതെ. കാരണം അപ്പോഴാ നമുക്ക് തോന്നുക ഒളു ഇല്ല. അതാണ് നമ്മുടെ ജീവിത ശൈലി. ഒളു നിത്യമാക്കണം. അള്ളാഹു നമുക്ക് അതിനനുസരിച്ച് വെള്ളവും സൗകര്യവും ഒക്കെ തന്നിട്ടില്ലേ? എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയേ, മുഖം പ്രകാശിക്കും. കൈകാലിൽ വെളുത്തവരെ എന്ന് വിളിച്ച് അള്ളാഹു സ്വർഗത്തിലേക്ക് അള്ളാഹു മാടി വിളിക്കും. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ.
അവന് ബഹുമാനപ്പെട്ടതാകുന്ന സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ രണ്ടാമത്തെ കാരണം നിങ്ങളിപ്പോൾ ചോദിച്ചില്ലേ രാത്രി മുഴുവൻ ജീവസ്വച്ഛതാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചില്ലേ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും രാത്രിയിൽ ശുദ്ധിയോടുകൂടി വിശ്രമത്തിൽ ഏർപ്പെട്ടാൽ, രാത്രിയിൽ പരിപൂർണമായി ശുദ്ധി പാലിച്ചാൽ അവൻ രാത്രിയെ ജീവസ്വച്ഛനാക്കിയവനെ പോലെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ ഞാൻ രാത്രി മുഴുവൻ ഇബാദത്തെടുത്തതിന്റെ കൂലി എനിക്ക് കിട്ടണം. ഹദീസല്ലേ, നബി തങ്ങൾ പറഞ്ഞതല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശരി തന്നെയാണ്. നബി പറഞ്ഞു ഓക്കെ. ഇനി മൂന്നാമത്തത്, എല്ലാ ദിവസവും ഖത്മ് തീർക്കും. അത് എളുപ്പമാണ്. സൂറത്തുൽ ഇഖ്ലാസ് തഅദിലു സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് ഡെയിലി ഓതും. 3 ഓതാത്ത പരിപാടിയില്ല, എല്ലാ ദിവസവും ഓതും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ പറഞ്ഞതിനർത്ഥം ഇതൊന്നും പൂർണ്ണമായി ചെയ്യണ്ട എന്നല്ല. രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കണ്ടെന്നോ അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഖത്മ് തീർക്കുന്നതിന് മഹത്വം ഇല്ല എന്നൊന്നും അല്ല. മറിച്ച് ഇതൊക്കെ ഒരു ഷോർട്ട് കട്ടാണ്. എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു ദിവസം തിരക്കായി പോയി മുടങ്ങാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തൗഹീദിന്റെ ഏറ്റവും നല്ല സുന്ദരമായ വചനങ്ങൾ അടങ്ങിയിട്ടുള്ള സൂക്തമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അത് ആശുറായിന്റെ സുദിനത്തിൽ 1000 പ്രാവശ്യം മുൻഗാമികൾ പാരായണം ചെയ്യൽ. കാരണം ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത് 3 കാര്യങ്ങൾ. ഒന്ന് തൗഹീദ്, ഏകദൈവ വിശ്വാസം. മറ്റൊന്ന് താരീഖ്, ചരിത്രങ്ങൾ. മൂന്നാമത്തത് പവിത്രമാക്കപ്പെട്ട ഫിഖ്, കർമ്മശാസ്ത്രങ്ങൾ. ഇതിൽ ഏറ്റവും വലിയ ഇൽമാണ് തൗഹീദ്. ആ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മുഹറത്തിന്റെ ചരിത്ര മുഹൂർത്തമാക്കപ്പെട്ടതാകുന്ന അശുറായിന്റെ സുദിനത്തിൽ നീ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ച് നിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അമൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ദിക്റുകൾ ഔറാദുകളൊക്കെ ഏടിൽ കാണുന്നു. അതൊക്കെ നിങ്ങൾ അമൽ ചെയ്യുക, നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ. ഈ പറഞ്ഞത് മുടങ്ങരുത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ചുരുങ്ങിയത് 70 എണ്ണം. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്ത്. പറ്റുമെങ്കിൽ ഓരോ വഖത്തിന് ശേഷം ഒരു 20 എണ്ണമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത്. 1000 ഒക്കെ പറഞ്ഞ ഉലമാക്കളുണ്ട്. സാധിക്കുന്ന ആളുകളൊക്കെ അമൽ ചെയ്യാൻ, വെറുതെ ഉറങ്ങിയും കളിച്ചും രസിച്ചും രമിച്ചും നല്ല ദിവസങ്ങളുടെ മഹത്വങ്ങളെ ഹോമിക്കരുത്, നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് സാന്ദർഭമായി ഉണർത്തുക. അള്ളാഹു നമ്മുടെ ഈ കൂട്ടായ്മയെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരു പുതുവർഷം നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഹിജറ വർഷം 1446 നമുക്കിപ്പോഴുള്ള വർഷം. പലപ്പോഴും സത്യവിശ്വാസികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുതുവർഷം ഏതാണ് എന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ ഇരിക്കുന്നതാകുന്ന പലർക്കും മുഹറം മുതൽ അവരുടെ മാസം തുടങ്ങുമെന്നും അറബി മാസം തുടങ്ങുമെന്നും അത് ദുൽഹിജ്ജ കൊണ്ടും അവസാനിക്കുമെന്നും അറിയാത്ത ആളുകൾ ധാരാളമുണ്ട്. ഏതൊക്കെയാണ് അറബി മാസം എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. ഇതൊരു വസ്തുതയാണ്. എന്നാൽ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരമുള്ള ജനുവരി മുതലുള്ള മാസങ്ങൾ എണ്ണി പറയാൻ പറഞ്ഞാൽ വൃത്തിയായി കൃത്യമായി എല്ലാ കുട്ടികളും പറയും, എല്ലാവർക്കും പറയാനും സാധിക്കും. അപ്പൊ അറബി മാസ കലണ്ടർ, അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും വ്യക്തമായ ഒരു പഠനവും സത്യത്തിൽ ഇന്നത്തെ കാലത്ത് നടക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും അതിനെക്കുറിച്ചുള്ള വിവരം അജ്ഞമാണ്, പലർക്കും അറിവില്ലായ്മയാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നു മുതൽക്കാണ് ഹിജറ കലണ്ടർ പ്രകാരം ഇത്തരത്തിലുള്ള ഒരു മഹനീയമായ കലണ്ടറിന്റെ സിസ്റ്റം വന്നത്? അറബി മാസം എന്നു മുതൽക്കാണ് മുഹറം മുതൽക്ക് ദുൽഹിജ്ജ വരെ 12 മാസമായി തിട്ടപ്പെടുത്തിയത്? ഇതൊക്കെ ചരിത്ര രേഖയിൽ കാണാം. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാമി ഖലീഫയായി, 2ാം ഖലീഫയായി കടന്നു വന്ന ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ടവരാണ് ഈ പവിത്രമായ തഖ്വീമുൽ ഹിജ്രി, ഹിജറ കലണ്ടർ അവിടുന്നാണ് നിലവിൽ കൊണ്ടുവന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കണം. തുടക്കം മുതൽ നിങ്ങളോട് ആകെ ക്ഷണിക്കുന്നത് ശ്രദ്ധ മാത്രമാണ്. പരിപൂർണമായി എല്ലാ സഹോദര സഹോദരിമാരും മൊബൈൽ ഫോണൊക്കെ തൽക്കാലം ഒന്ന് സൈലന്റ് ആക്കി വെച്ച് അല്ലെങ്കിൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് പൂർണ്ണമായി ശ്രദ്ധിക്കൽ. അള്ളാഹു നമ്മുടെ സദസ്സ് പരിപൂർണ അർത്ഥത്തിൽ സ്വീകരിക്കട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് ഹിജറ വർഷം മുതൽക്കുള്ള കലണ്ടറിന്റെ ചർച്ച തന്നെ വരുന്നത്. സ്വഹാബത്തിനെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ഒരുമിച്ച് കൂട്ടാനുള്ള കാരണവും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഗവർണറാണ്. ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുകയാണ്. എന്താണ് ആ കത്തിന്റെ ഉള്ളടക്കം? പലപ്പോഴും ഞങ്ങൾക്കിടയിൽ റജബ് എന്ന് പറയപ്പെടാറുണ്ട്. റജബ് മാസത്തെ കുറിച്ച് പറയുമ്പോൾ ഏതാണ് ആ റജബ് എന്ന് ഞങ്ങൾക്ക് പലർക്കും അവ്യക്തതയാണ്. ഈ വർഷത്തിലെ റജബിനെ കുറിച്ചാണോ ആളുകൾ പറയുന്നത്? അതല്ല കഴിഞ്ഞ വർഷത്തെ റജബിനെ കുറിച്ചാണോ? അതല്ല ഇനി വരാനിരിക്കുന്ന വർഷത്തെ കുറിച്ചാണോ? അതല്ല പണ്ടെങ്ങാനുമുള്ള ഏതെങ്കിലും ഒരു റജബിനെ കുറിച്ചാണോ ഞങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന റജബ്? ഒരു റജബ് എന്ന മാസം കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കിടയിൽ ആശങ്കയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കലണ്ടർ സിസ്റ്റമാറ്റിക് ഇല്ല. യഥാർത്ഥത്തിൽ ആദിമ മനുഷ്യൻ മുതലേ കലണ്ടർ ഉണ്ട്. ആ കലണ്ടർ പൂർണ്ണരേഖയിലേക്ക് എത്തിയിട്ടില്ല. 12 മാസങ്ങളായി തന്നെ അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച കാലം മുതൽക്കുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാകുന്ന നാള് മുതൽക്ക് അല്ലാഹു മാസങ്ങളെ ക്രമീകരിച്ചിട്ടുള്ളത് 12 മാസമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. 12 മാസങ്ങളായി അല്ലാഹു ഒരു വർഷത്തെ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം, അത് ക്രമമായിട്ടില്ല. ആദം നബി അലൈഹിസ്സലാം ദീനി ദഅവത്തുമായി കടന്നു വന്നത് അദ്ദേഹത്തിന്റെ ആഗമനത്തോടുകൂടി കലണ്ടർ അക്കാലഘട്ടത്തിൽ നിലവിൽ വന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ശേഷം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ തൂഫാൻ ജലപ്രളയത്തെ അടിസ്ഥാനമാക്കി പിന്നീട് കലണ്ടർ നിലവിൽ വന്നു. ഓരോ കാലഘട്ടത്തിലും കലണ്ടർ അവർക്കിടയിൽ ഒരു ചെറിയ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ട്. പിന്നീട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ എറിഞ്ഞ വർഷം കണക്കാക്കി ആ ദിവസം കണക്കാക്കിയിട്ട് കലണ്ടർ നിലവിൽ വന്നു. പിന്നീട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആഗമനം കണക്കാക്കിയിട്ട് കലണ്ടർ വന്നിട്ടുണ്ട്. പിന്നീട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ബഹുമാനപ്പെട്ടവർ ഈജിപ്തിലേക്കുള്ളതാകുന്ന യാത്രയുമായി ബന്ധപ്പെട്ട് അവിടെ മുതൽക്ക് കലണ്ടർ വന്നിട്ടുണ്ട്. പിന്നീട് ആനക്കലഹം ഉണ്ടായതാകുന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ അടയാളപ്പെടുത്തിയിട്ട് കലണ്ടർ വന്നിട്ടുണ്ട്. ഇങ്ങനെ പലതും കാബയുടെ നിർമ്മാണം വെച്ചുകൊണ്ട് കലണ്ടർ വന്നിട്ടുണ്ട്. ഇതിനെല്ലാം പിന്നിൽ വളരെ സിസ്റ്റമായി വന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ്. അത് ഉണ്ടാവാനുള്ള സാഹചര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഗവർണറാണ്. അദ്ദേഹം കത്തെഴുതി, റജബ് എന്നൊരു മാസം ഞങ്ങൾക്കിടയിൽ പറയപ്പെട്ടാൽ ഏതാണ് ഈ റജബ് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയാണ്. ഈ വർഷത്തെ കുറിച്ചാണോ ഈ പറഞ്ഞത്? കഴിഞ്ഞ വർഷമാണോ? അടുത്ത റജബാണോ? അതല്ല മുമ്പെങ്ങാണമുള്ള വർഷത്തിന്റെ റജബാണോ? ഞങ്ങൾക്കിടയിൽ ആശങ്കയാണ്. അതുകൊണ്ട് ഇതൊരു സിസ്റ്റമാകണം, ഒരു കലണ്ടർ, ഇതൊരു രൂപകൽപ്പന വരണം എന്ന് പറഞ്ഞു. ആ കത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു നല്ലതുപോലെ ചിന്തിപ്പിച്ചു. ബഹുമാനപ്പെട്ടവർ സദസ്യരെ ഒരുമിച്ച് കൂട്ടി, വലിയ സ്വഹാബത്തിനെ കിബാറും മിന സ്വഹാബ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരോട് ചർച്ച ചെയ്തു. എങ്ങനെയാണ് വേണ്ടത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്, അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രമുഖരുണ്ട്. പലരും പല അഭിപ്രായം പറഞ്ഞു. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയത് കണക്കാക്കാം. നബി തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകത്വം ലഭിച്ചത്. അത് മുതൽക്ക് നമുക്ക് ഒരു കലണ്ടർ സിസ്റ്റമാറ്റിക് ആക്കാം. ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം പറഞ്ഞു നമുക്ക് പ്രവാചകരുടെ മിഅ്റാജിനെ കണക്കാക്കാം. നുബുവത്ത് കിട്ടി 10-ാമത്തെ വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജ് നടത്തുന്നത്. പരിശുദ്ധമായ റജബ് 27 അത് മുതൽക്ക് നമുക്ക് കണക്കാക്കാം. ഇങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. എല്ലാം കേട്ടുകൊണ്ട് നിലകൊണ്ടു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനായ അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, നമുക്ക് മുത്തുനബി
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കാലുകുത്തിയതാകുന്ന ദിവസം മുതൽ പവിത്രമാക്കപ്പെട്ടതാകുന്ന ഹിജറയെ കണക്കാക്കിക്കൊണ്ട് അവിടുത്തതാകുന്ന യാത്ര പലായനത്തെ വ്യക്തമാക്കിക്കൊണ്ട് നമുക്കൊരു കലണ്ടർ രൂപകൽപ്പന ചെയ്യാം. എന്റെ അഭിപ്രായം അതാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലിയാര് തങ്ങളുടെ ആ ഒരു വാക്കിനെ പിന്തുണച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ശരി. കാരണം സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിലുള്ള ഒരു വേർതിരിവായിട്ടാണ് പവിത്രമാക്ക പലായനത്തെ മനസ്സിലാക്കുന്നത്. മക്കയിലെ മുശ്രിക്കീങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചു. പ്രവാചകർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തൊരു പുതുജീവിതം ആരംഭിക്കുകയാണ്. അത് നമുക്ക് കണക്കാക്കാം എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ ഐക്യത്തോടുകൂടി ഇജ്മാഅോടുകൂടി പാസ്സാക്കുകയാണ്. പിന്നീട് അവർ ചർച്ച ചെയ്തത് ഏത് മാസം മുതൽക്കാണ് നമുക്ക് വർഷത്തെ കണക്കാക്കേണ്ടത്. ശവ്വാൽ വേണോ, ദുൽഖഅദ വേണോ, ദുൽഹിജ്ജ വേണോ, അതല്ല ശഅബാൻ വേണോ, അതല്ല റമളാൻ വളരെ പവിത്രമായ മാസമാണ്, അത് ഒന്നായി കണക്കാക്കണോ? രണ്ടാമത്തെ ചർച്ചയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിന്നീട് മൂന്നാമത്തെ ഖലീഫയായി ചരിത്രം രേഖപ്പെടുത്തിയ പ്രവാചകന്റെ 2 മക്കളെ വിവാഹം ചെയ്യാൻ അവസരം ലഭിച്ച മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്റെ അഭിപ്രായം മുഹറം മുതൽക്ക് കണക്കാക്കാം. കാരണം മുഹറത്തിനൊരു പവിത്രതയുണ്ട്. അള്ളാഹു ഖുർആനിൽ പവിത്രമാക്കിയതാകുന്ന 4 മാസങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ മാസമാണല്ലോ മുഹറം. മാത്രമല്ല പവിത്രമാക്കപ്പെട്ട ഹജ്ജ് പൂർത്തീകരിച്ചിട്ട് ദുൽഹിജ്ജയിൽ അമല് പൂർത്തീകരിച്ചിട്ട് ജനങ്ങൾ സ്ഫുടം ചെയ്തതാകുന്ന ഹൃദയത്തോടുകൂടി സംശുദ്ധമായ ശരീരത്തോടുകൂടി പാപങ്ങൾ പരിപൂർണമായി കഴുകിക്കളഞ്ഞതാകുന്ന മനുഷ്യനായി പരിണമിക്കുന്നതാകുന്ന ദിവസമാണ് മുഹറം. അതുകൊണ്ട് അത് മുതൽക്ക് നമുക്ക് കണക്കാക്കാം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബത്തും ഒന്നടങ്കം തക്ബീർ ചൊല്ലി പാസാക്കി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് പ്രകാരം മുഹറം മുതൽക്ക് മാസങ്ങളെ തിട്ടപ്പെടുത്തുകയാണ്. മുഹറം, സഫർ, റബീഉൽ അവൽ, റബീഉൽ ആഖിർ, ജുമാദുൽ ഊല, ജമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ 12 മാസങ്ങളെ തിട്ടപ്പെടുത്തി വളരെ ക്രമമായി കൊണ്ടുവന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറ മുതൽക്കാണ് കണക്കാക്കുന്നത്. ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. ഈ പുതുവർഷ പുലരിയിൽ പവിത്രമായ ഹിജറയെ കുറിച്ചൊന്ന് മനസ്സിലാക്കി. എന്താണ് ഹിജറ? എന്താണ് ഹിജറ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ടതാകുന്ന സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ പലായനം ഒരു സാദാ സീത സംഭവമല്ല സഹോദരങ്ങളെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മനസ്സിലാക്കണം. വലിയ ചരിത്രമാണ്, വലിയ സംഭവമാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 204 മുതൽ 207 വരെയുള്ള വചനങ്ങൾ, ആയാത്തുകളാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. ഖുർആനികമായ ഒരു ക്ലാസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ശ്രദ്ധിക്കണേ. സൂറത്തുൽ ബഖറ 204 മുതൽ 207 വരെയുള്ള ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد وإذا قيل له اتق الله وإذا قيل له اتق الله أخذته العزة بالإثم فحسبه جهنم ولبئس المهاد ومن
الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ 204 മുതൽ 207 വരെയുള്ള ആയാത്തുകളാണ്. രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച് അല്ലാഹു അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ട് കൂട്ടരുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. രണ്ട് കൂട്ടരുടെ വിഷയത്തിൽ 204 മുതൽ 206 വരെയുള്ള ആയത്ത് അഹ്നസ് ബിൻ ശരീഖ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് അദ്ദേഹം മുസ്ലിമായപ്പോൾ ഇറങ്ങിയതാണ്. ലഅനത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തെ കുറിച്ച് ഇറങ്ങിയ ആയത്താണ്. 207ാമത്തെ ആയത്ത് മഹാനായ സുഹൈബ് ബിൻ സിനാൻ അർ-റൂമി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ പ്രകീർത്തിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് സർവ്വതും വെടിഞ്ഞുകൊണ്ട് ഹിജറ പോയപ്പോൾ അല്ലാഹു ഇറക്കിയ ആയത്താണ്. ഈ രണ്ട് കാര്യം പഠിച്ചാൽ മതി, മുഅ്മിനാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ ഇൽമുണ്ടാകും. അല്ലാഹു നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ട് വിഭാഗം ആളുകൾ ഇത് ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഖുർആൻ കാലികമാണ്, നൂതനമാണ്, എല്ലാ കാലഘട്ടത്തിലേക്കും എല്ലാ ജനങ്ങളിലേക്കും ഫിറ്റ് ചെയ്യാൻ പറ്റിയ ഗ്രന്ഥമാണ്. അവർക്ക് വേണ്ടി ഇറക്കപ്പെട്ടു, അവരുടെ വിഷയത്തിൽ ഇറങ്ങി, ശരി തന്നെയാണ്. പക്ഷെ ഇന്നും അത്തരക്കാരുണ്ട്. അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ഒന്നാമത്തെ വ്യക്തി ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ ശാപം അവനിലുണ്ട്. ആരാണത്? അഹ്നസ് ബിൻ ശരീഖ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ് അയാൾ? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. വമിനൻ നാസി മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ജനങ്ങളിൽ ചില ആളുകളുണ്ട് കേട്ടോ, യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയാ. ദുന്യവിയായ ജീവിതത്തിൽ, ഭൗതികമാകുന്ന ലോകത്ത് അവരുടെ വാക്കുവിലാസം കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും നബിയേ. അത്രമാത്രം വാക്കുകളാണ്, അത്രമാത്രം വാക്കുവിലാസങ്ങളാണ്. ഭൗതിക ലോകത്തിന്റെ വിഷയം പറയുമ്പോ നാവാട്ടമാണ്. 10 പേരുടെ മുന്നിൽ നിന്നുകൊണ്ട് നാവാടുന്ന ചില ആളുകളെ ജനങ്ങൾക്കിടയിൽ തങ്ങൾക്ക് കാണാം, അതിശയപ്പെട്ടു പോകും അവരുടെ വാക്കുവിലാസം കേട്ട്. അല്ലാഹു പറയുകയാണ്, യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയാ. ദുനിയാവിൽ അവരുടെ ചില വാക്കുകൾ കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഓഹ്, ഇത്ര വലിയ മനുഷ്യനോ എന്ന് കരുതി പോകും. ആൾക്കാരുടെ മുന്നിൽ ഭയങ്കര സംഭവമായിട്ട് പറയും. കണ്ടിട്ടില്ലേ, 10 പേര് കൂടുമ്പോ ലക്കും ദീനക്കും വലിയ ദീൻ ഉലിയായുൽ കാഫിറൂൻ എന്നൊക്കെ പറഞ്ഞു പോകുന്നു. സംഭവം ദീൻ വല്ലതും ഉണ്ടോ ഇവനിൽ? ഒരു ദീനും ഇല്ല. 5 പേരെ കിട്ടുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് അവരുടെ മുന്നിൽ വലിയ ദീൻ കളിക്കും. ദുനിയാവിന്റെ വിഷയങ്ങൾ വരുമ്പോ ചാടി വരും. അവന്റെ ആയത്തും ഹദീസും അവന്റെ വർത്തമാനവും ഒക്കെ കേൾക്കുമ്പോ അത്ഭുതപ്പെട്ടു പോകും. 4 ആള് കൂടുന്നിടത്ത് വലിയ സംഭവമായിട്ട് വാക്ചാതുര്യത്തോടുകൂടി നബിയെ തങ്ങളോട് സംസാരിക്കും. അഹ്നസ് ബിൻ ശരീഖിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, വഹുവ അലദ്ദുൽ ഖിസാം. അവൻ ഏറ്റവും വലിയ തെമ്മാടിയാണ്, തർക്കത്തിന്റെ ആളാണ്, ഏറ്റവും മോശപ്പെട്ടതാകുന്ന വ്യക്തിയാണ്. വൈദാ തവല്ലാ സഅ ഫിൽ അർദ് ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അവൻ
ഉസ്താദുമാരുടെ മുന്നിൽ വെച്ചുകൊണ്ട്, സമൂഹത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട്, 10 പേരെ കിട്ടുമ്പോൾ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് വാക്ചാതുര്യം നടത്തുന്നവനാണ്, വലിയ സംഭവമായി പറയുന്നവനാണ്. ദുനിയാവിന്റെ വിഷയങ്ങൾ വരുമ്പോ ആളുകളെ അടിച്ചിരുത്തുന്നവനാണ്. എല്ലാ വാർത്തകളെ കുറിച്ചും വിശദമായി ജനങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നവനാ. പക്ഷെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വൈദാ തവല്ലാ സഅഫിൽ അർദ്, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ, ആളുകളുടെ മുന്നിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അവന്റെ സ്വഭാവം മാറുകയാണ്. സഅഫിൽ അർദ് ലിയുഫ്സിദ ഫീഹാ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ, ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കാൻ, ജനങ്ങൾക്കിടയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് നടക്കുന്നവനാണ്. അവനെല്ലാ കൃഷികളെയും, പെറ്റുപെരുകുന്ന ജീവികളെയും അഥവാ ഒട്ടകങ്ങളെയും കുതിരയെയും എന്ന് വേണ്ട സർവ്വ ജീവജാലങ്ങളെയും കൊന്നുകളയുന്നവനാണ്. ആളുകളുടെ സമ്പത്ത് പരിപൂർണമായി നശിപ്പിക്കുന്നവനാണ്. ആളുകൾക്ക് മുന്നിൽ വലിയ വർത്തമാനം പറയും, പുറത്തിറങ്ങിയിട്ട് ഫനായും ഫസാദും പറഞ്ഞ് നടക്കും. ആൾക്കാരുടെ സാധന സാമഗ്രികളൊക്കെ നഷ്ടപ്പെടുത്തി കൊന്നുകളയും. അഹ്നസുമിനെ ശരീക്ക് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ് അല്ലാഹു ആയത്തിറക്കിയത്. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ അത്തരത്തിലുള്ള ആളുകളില്ലേ? പള്ളിക്കകത്തിരുന്നിട്ട് ഭയങ്കര വർത്താനാണ്. ഹാജിയാരെ വർത്തമാനം കേട്ടാൽ, വാക്ചാതുര്യത കേട്ടാൽ, ഓ എന്താണ് ഈ ഹാജിയാർക്ക് ഭയങ്കര സംഭവമാണെന്ന് കരുതും. ഹാജിയാരെ പുറത്തിറങ്ങിയാലോ തവല്ലാ സഅഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ, പുറത്തിറങ്ങിയ പിന്നെ ഫിത്ന ഫസാദ്, വാക്കുകൊണ്ട് നാട്ടുകാരെ കുറിച്ച്, ആലിമീങ്ങളെ കുറിച്ച്, മുതഅല്ലിമീങ്ങളെ കുറിച്ച്, സജ്ജനങ്ങളെ കുറിച്ച്, ഉമറാക്കളെ കുറിച്ച്, നാട്ടിലുള്ള സാലിഹീങ്ങളെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് നടക്കും. മാത്രമല്ല വയുഹ്ലികൽ ഹർസ വന്നസ്ൽ, നാട്ടിലുള്ള പട്ടിണി പാവങ്ങളുടെ കൃഷികളും അവന്റേതാകുന്ന കച്ചവടം തകർക്കുന്ന രീതിക്കുള്ള വർത്തമാനങ്ങൾ ഏർപ്പെടുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. അല്ലാഹു പറയാൻ, വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. ഇത്തരത്തിലുള്ള ആളുകൾ, രണ്ട് മുഖത്തിൻ്റെതാകുന്ന ആളുകൾ, അവരെ അല്ലാഹുവിന് ഇഷ്ടമില്ല കേട്ടോ. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന, നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ അത്തരത്തിലുണ്ട് എങ്കിൽ മാറി ചിന്തിക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ പരിപൂർണമായി വിലക്കിയതാണ്. അല്ലാഹുവിന് ഇഷ്ടമില്ല അങ്ങനത്തെ ആളുകൾ. നാവ് വലിയ വിഷയം, ആവശ്യമില്ലാത്ത ഫനായും ഫസാദും പറഞ്ഞു നടന്നാൽ ആഖിറത്തിൽ വലിയ അദാബാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. രാവിലെ സുബഹിസ്കരിക്കാൻ ഫ്രണ്ട് സഫിലുണ്ട്. കാരം കഴിഞ്ഞ് ചായക്കടയിൽ പോയി ഹാജിയാര് കിതാബ് ഓതി കൊടുക്കാൻ. ഏത് കിതാബ്? ദർസ് എടുക്കണം. ഏത്? ഫനാടേയും ഫസാദിന്റെയും. അതൊരു 3 പേജെങ്കിലും ഓതി കൊടുക്കും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഹാജിയാര് പിന്നെ മുദരീസ് കളിക്കാൻ എവിടെ? വെളിയിൽ പോയിട്ട് ചായക്കടയിൽ പോയിട്ട് അവിടെ പോയി ഫനാദി ഫസാദിന്റെ കിതാബ് എല്ലാവർക്കും ഓതി കൊടുക്കും. ഒരു 8 ഗ്ലാസ് ചായ, പിന്നെ അവിടെ ഇരുന്നിട്ട് ഫനാ ഫസാദ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറണം. ഇനിയെങ്കിലും മാറണം. കാരണം നിന്റെ നിസ്കാരവും നിന്റെ ഇബാദത്തും നിന്റെ അമലുകൾക്കും സ്വീകാര്യത വേണ്ടേ? നമുക്കൊരു വർഷം കഴിഞ്ഞു പോയി. ഒരു പുതുവർഷ പുലരിയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഹിജ്റ വർഷം 1445 വിട പറഞ്ഞ് 46ലേക്ക് എത്തി. നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരായുസ് കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിവ് നിനക്ക് വേണം. നീ എന്തേ മരിക്കില്ല എന്ന് കരുതിയോ? കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇതേ സദസ്സിൽ നിന്നുകൊണ്ട് പ്രസംഗം കേട്ട്, പ്രസംഗം അവസാനിച്ച് ഈ വിനീതനോടൊപ്പം ചേർന്നുകൊണ്ട് ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങിപ്പോയ അബ്ദുൽ വഹാബ് എന്ന സഹോദരൻ, നമുക്ക് ഏറ്റവും വലിയ സ്നേഹം നൽകിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഇന്നെവിടെയാണ്? അദ്ദേഹം ഖബറിലാണ്. ആറണ്ണി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ പ്രകാശമാക്കി കൊടുക്കട്ടെ. നാളെ നീ മരിക്കില്ല എന്ന് നീ ഓർക്കുന്നുണ്ടോ? ഇന്നലകൾ നിന്നോടൊപ്പം കഴിഞ്ഞുകൂടിയിരുന്ന കുടുംബം ഇന്ന് നിന്റെ ചാരത്തുണ്ടോ എന്ന്
ചിന്തിക്കിൻ. നിന്റെ വാപ്പ എവിടെ, നിന്റെ ഉമ്മ എവിടെ? ഈ നാട്ടിലുള്ളവർക്ക് മുഴുവനും ആത്മീയമാകുന്ന പറുപരത്തിയ പതിയാങ്കര ഉസ്താദ് മരണപ്പെട്ടു പോയില്ലേ? എത്രയെത്ര സാലിഹീങ്ങൾ പല്ലന ഉസ്താദ് മരണപ്പെട്ടു പോയില്ലേ? വൈരിത്തറ മുഹമ്മദ് കുഞ്ഞ് മൗലവി നവ്വറല്ലാഹു മർഖദഹും അവരൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലേ? എത്ര നല്ല സാലിഹീങ്ങളുടെ നാടാണ്. എത്രയെത്ര സാലിഹീങ്ങൾ മൺമറഞ്ഞു പോയി. നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ സഹോദരൻ, നമ്മുടെ സഹോദരി നാളെ നമ്മളും ഈ ലോകത്ത് നിന്ന് വിടപെടേണ്ടവരാണ്. അതുകൊണ്ട് നിന്റെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ നിർത്തി. ഒരു പുതുവർഷ പുലരിയിലേക്ക് നീ എത്തിയിരിക്കുന്നു. ഇനിയെങ്കിലും നീ നന്നാവൻ, ഇനിയെങ്കിലും ഒരു മാറ്റം വരട്ടെ. നിന്റെ ആയുസ് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 30, 40, 50, 60, 70 വയസ്സുകൾ കഴിഞ്ഞ് നിന്റെ ജീവിതത്തിൻ്റെതാകുന്ന അറ്റത്തിലേക്ക് എത്തി. നിന്റെ താടിരോമങ്ങളും രോമകൂപങ്ങളും ഒക്കെ നരച്ചു തുടങ്ങി. മരണത്തിലേക്കുള്ള അടയാളം, അതിന്റെ ഏറ്റവും വലിയതാകുന്ന വ്യക്തമായ മുദ്ര നിന്റെ മുഖത്ത് തന്നെ കാണുന്നു. നിന്റെ മീശ നരച്ചു, നിന്റെ താടിരോമങ്ങൾ നരച്ചു, നിന്റെ തലമുടിയിലെ രോമകൂപങ്ങൾ നരച്ചു. ഇനി നീ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ സമ്പത്ത് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. എന്നെ എല്ലാ ദിവസവും മരണത്തെ കുറിച്ച് നീ മുന്നറിയിപ്പ് നൽകണേ. എവിടെ വെച്ച് കണ്ടാലും മരണത്തെ കുറിച്ച് അറിയിപ്പ് നൽകണേ, നൽകണേ. ഉമറേ, നീ മരിക്കേണ്ടവനാണ് എന്ന് എന്നെ കാണുമ്പോൾ നീ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതിലൂടെ എനിക്ക് ആഖിറം ചിന്തിക്കാനാണ്, മരണത്തെ കുറിച്ച് നന്നാവാനാണ്, അതോർത്തുകൊണ്ട് പരലോകത്തിന് വേണ്ടി പ്രയത്നിക്കാനാണ് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാണ് ഈ മനുഷ്യൻ? ഒരു കാലഘട്ടത്തിൽ ശത്രുക്കളെ വാക്ക് കേട്ടുകൊണ്ട് വാളെടുത്തുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ തല വിച്ഛേദിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാകുന്ന മനുഷ്യനല്ലേ? അവസാനം ഹിദായത്തിന്റെ പരിശുദ്ധമായ വെളിച്ചം, പരിശുദ്ധമായ ഖുർആൻ സൂറത്തു താഹയിലൂടെ ഹൃദയത്തിന്റെ വരാതലങ്ങളിലേക്ക് കയറിയപ്പോ അദ്ദേഹം ഈമാനിന്റെ പരിപൂർണ തലത്തിലേക്ക് എത്തുകയാണ്. എനിക്ക് മരണത്തെ കുറിച്ചുള്ള ചിന്ത നൽകാൻ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. എല്ലാ ദിവസവും എന്നെ കാണുമ്പോൾ നീ വന്നുകൊണ്ട് ഉമറേ, നീ മരിക്കേണ്ടവനാണെന്ന് പറയണേ. അതിനുവേണ്ടി നിനക്ക് ഞാൻ ശമ്പളം നൽകുകയാണ് എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി, മാസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം അദ്ദേഹം വന്നുകൊണ്ട് മരണത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് തിരിച്ചു പോകുമ്പോ അദ്ദേഹത്തിന് ശമ്പളം പരിപൂർണമായി കൊടുത്തിട്ട് പറയുകയാണ്, നാളെ മുതൽ എനിക്ക് നീ ഉപദേശം നൽകേണ്ടതില്ല, നിർദ്ദേശം നൽകേണ്ടതില്ല. എന്ത് പറ്റി ഉമറേ? മരണത്തെ കുറിച്ചുള്ള ഭയപ്പെടുത്തൽ കുറഞ്ഞു പോയത് കൊണ്ടാണോ? ആയാത്തുകളും ഹദീസുകളും വെച്ചുകൊണ്ട് നാളെ മുതൽ ഞാൻ വന്നുകൊണ്ട് വാദ പറയാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സഹോദരനെ ചേർത്ത് നിർത്തിയിട്ട് പറയുകയാണ്, നിന്റെ വാദ പൂർണ്ണമാണ്, നിനക്ക് വാദ ഇനി ആവശ്യമില്ല, ആവശ്യമില്ല. കാരണം എനിക്ക് ഏറ്റവും വലിയ ഉപദേശകനായി എന്റെ തലമുടിയും എന്റെ താടിരോമങ്ങളും നരച്ചു തുടങ്ങിയിട്ടുണ്ട്. മരണത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് എന്റെ ശരീരത്തിലുണ്ടായിട്ടുണ്ട്. ഇന്ന് വരെ ഞാൻ യുവാവായിരുന്നു, ഇന്നലകളിൽ വരെ യുവാവായിരുന്ന ഞാൻ ഇന്ന് തലയിലെയും താടിരോമങ്ങളും നരച്ചതിന്റെ കാരണത്താൽ ഇനി മരണത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നിന്റെ ആവശ്യം എനിക്കില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാണ് ഈ കേൾക്കുന്നത്? പതിയാങ്കരയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമേ, ജനങ്ങൾ അറിയാതെ തന്നെ പതിയിരുന്നു കൊണ്ട് മോശപ്പെട്ടതാകുന്ന സിനിമാ പാട്ടുകളും സിനിമാ ഗാനങ്ങളും കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ സജീവമാക്കുന്ന സഹോദരങ്ങളില്ലേ? തലമുടി നരച്ചിട്ടും താടിരോമം നരച്ചിട്ട് പോലും അത് കറുപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മാറ്റിമറിക്കുന്നവരല്ലേ? ഷാഫി മദ്ഹബിൽ ശക്തമായ ഹറാമാണ്, നിഷിദ്ധമാണ് താടി കറുപ്പിക്കൽ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്നിട്ട് ചായം കൊടുക്കാണ് കറുപ്പുകൊണ്ട് ഇന്നും പലരും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. യഥാർത്ഥ രൂപത്തിൽ പുറത്തിറങ്ങിയ പെണ്ണുങ്ങൾ വരെ ഇട്ടേച്ചു പോകും ആ കോലത്തിലാണ്. എന്നാലും കറുപ്പിക്കും ഹാജിയാര്. 50-60 കഴിഞ്ഞിട്ട് ഇപ്പോഴും നര കറുപ്പിച്ചുകൊണ്ട് നടക്കാൻ. മൈലാഞ്ചി കൊണ്ട് ചായം പൂശാൻ പ്രശ്നമല്ല, കറുപ്പിക്കാൻ പാടില്ല, കറുപ്പിക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും അത് ചെയ്യുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനാണ് ആദ്യം
ആദ്യമായി ലോകത്ത് നര കണ്ടത്. അള്ളാഹുവിനോട് ചോദിച്ചു, മഹാനായ അല്ലാഹ്, ഇതെന്താണ് അള്ളാഹുവേ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, ഹാദിഹി വഖാർ, ഇത് ഗാംഭീര്യമാണ് ഉമറേ, ഗാംഭീര്യമാണ് ഖലീലേ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഇത് ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ്. വഖാർ, വഖാർ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ സിദ്നി വഖാറാ, അല്ലാഹുമ്മ സിദ്നി വഖാറാ. എന്റെ ഈ താടിരോമം നരബാധിച്ചത് അത് ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ്. ആഖിറത്തിൽ അത് പ്രകാശിക്കുന്നതാണ്. അതിലൂടെ ഉന്നതമായ പ്രതിഫലം കിട്ടുന്നതാണ്. എങ്കിൽ എന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങൾ മുഴുവനും നീ ഗാംഭീര്യം കൊണ്ട് നിറയ്ക്കണേ അല്ലാഹ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്ത് കൈതലത്തിടേണ്ട താമസം ശരീരമാസകലം രോമകൂപങ്ങൾ നിറയ്ക്കുകയാണ് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സുവ്യക്തമാണ്. മനസ്സിലാക്കണം. ആര് ദുആ ചെയ്തു? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്മളോ ഒരു നര കാണുമ്പോൾ അതൊക്കെ കത്രിയിട്ട് മുറിക്കുകയാണ്. കണ്ണാടിയുടെ മുന്നിൽ 1 മണിക്കൂറായി. മുറിക്കുന്നോറും പിന്നെ 2 ദിവസം കഴിയുമ്പോൾ 5 എണ്ണം വേറെ. യാ അല്ലാഹ്, അസ്സലാമു അലൈക്കും. പിന്നെ അത് മുറിച്ചു കൊടുന്ന് നോക്കുമ്പോൾ വീണ്ടും വരും. അവസാനം നോക്കിയപ്പോൾ കറുപ്പെല്ലാം കൂടെ ചേച്ച് വരികയാണ്. ലോകത്താദ്യമായി നരബെ കറുപ്പിച്ചത് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. റംസീസ് രണ്ടാമൻ, കഴിഞ്ഞ വർഷം നമ്മൾ അവനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അതുകൊണ്ട് ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല. അവനെ നശിപ്പിച്ചതാകുന്ന ദിവസമാണ് യൗമ അശ്വറ. അവനെ നശിപ്പിച്ച് ഇല്ലായ്മയാക്കിയ ദിവസമാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെയും പരിവാരങ്ങളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് ആശ്വറ. ഒരുപാട് മഹത്വം നിറഞ്ഞ ദിവസമാണ്. ഞാൻ അതിലേക്ക് വരാം. മറ്റു വിഷയങ്ങൾ സംസാരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതുകൊണ്ട് നര എന്ത് ചെയ്യാൻ പാടില്ല? കറുപ്പിക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിച്ചോ. ദുആനൊന്നും ഇജാബത്ത് ഉണ്ടാവൂല, വുളൂ തന്നെ ശരിയാവൂല ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ. വുളൂ ചെയ്തെങ്കിൽ പിന്നെ എങ്ങനെ നിസ്കാരം ശരിയാവും? പിന്നെ എങ്ങനെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടും? അതുകൊണ്ട് ഹറാമായ പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിച്ചോ. സഹോദരങ്ങൾ, ചെറുപ്പക്കാരൊക്കെ പ്രത്യേകം ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയമാണ്. മൈലാഞ്ചിയിടൽ സുന്നത്താണ്, അനുവദനീയമാണ്. അതല്ലാത്തത് പാടില്ല, അർപ്പിക്കാൻ പാടില്ല. നിൽക്കട്ടെ, അതൊരു മറ്റൊരു വിഷയം. മറ്റൊരിക്കലും ഇൻഷാ അല്ലാഹ് സംവദിക്കാം. ഞാൻ ഒന്ന് ചൂണ്ടിയെന്നു മാത്രം, അതിലേക്കൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഏതായിരുന്നാലും അത്തരത്തിലുള്ള ആളുകൾ, പ്രായമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. 3 വിഭാഗം ആളുകളെയാണ് ആഖിറത്തിൽ വലിയ അദാബ് സയ്യിദുനാ റസൂലുള്ളാഹി. അതിൽ പെട്ടതാണ് പ്രായമേറെയുള്ളതാകുന്ന ആളുകൾ. സ്വന്തം കുടുംബത്തിൽ തെറ്റ് കണ്ടിട്ടും പരിപൂർണമായി അതിനെ സമ്മതിച്ചു കൊടുക്കുന്ന പ്രായം ചെന്നതാകുന്ന ആളുകളെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പ്രായമുള്ള വാപ്പ ഉമ്മ സ്വന്തം കുടുംബത്തിൽ വലിയ തെറ്റ് മക്കൾ ചെയ്യുന്നു. മക്കൾ അന്ധകാരത്തിലേക്ക് പോകുന്നു, അരാജകത്വത്തിലേക്ക് പോകുന്നു, വഴിവിട്ട രീതിയിലുള്ള ശൈലിയിലേക്ക് പോകുന്നു. എപ്പോഴും അശ്ലീലത കുടുംബത്തിൽ തളം കെട്ടി നിൽക്കുന്നു. വാപ്പയും വല്ലിപ്പയും ഒന്നും തടയുന്നില്ല. എങ്കിൽ ഏറ്റവും വലിയ തെറ്റുകാരാണ് അവരെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനത്തെ ആളുകൾ ശ്രദ്ധിച്ചോ. നമ്മുടെ കുടുംബത്തിലൊക്കെ അത്തരത്തിലുള്ള ആളുകൾ ചിലപ്പോഴും കടന്നു വരാറുണ്ട്. അപ്പായും ഉമ്മായൊക്കെ മിണ്ടാതിരിക്കാൻ, തെറ്റുകുറ്റങ്ങൾ മക്കൾ ചെയ്യുന്നത് കണ്ടിട്ട് അനങ്ങുന്നില്ല, അനങ്ങാപ്പാറയായി നിൽക്കുന്നു. പാടില്ല. തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ വ്യക്തമായ രീതിയിൽ പ്രതികരിക്കണം. നാവ് കൊണ്ട് പറയാൻ പറ്റുന്നവർ നാവ് കൊണ്ട് പറയണം. കൈ കൊണ്ട് തടയാൻ പറ്റുന്നവർ മക്കളെ അത് ചെയ്യരുതെന്ന് പറഞ്ഞ് അതിനെ പരിപൂർണമായി തടയിടണം. ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളിതൊന്നും ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള അനാചാരങ്ങൾക്ക് കൂട്ടുനിൽക്കുക മാത്രമല്ല, അതിൽ ഭക്ഷണം വിളമ്പുമ്പോൾ 1ാമത്തെ സഫിൽ ഇരുന്നിട്ട് വല്യപ്പയിരുന്ന് അടിക്കുക നല്ല റാഹത്തായിട്ട്. അതുകൊണ്ട് അതൊക്കെ വളരെയേറെ തെറ്റാണ്. ഏറ്റവും വലിയ പാതകമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ശ്രദ്ധിച്ചാൽ രക്ഷപ്പെടും. മൻ അമില സാലിഹാ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ من عمل صالحا من ذكر
وأنثى فلنحيينه حياة طيبة. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ആണാവട്ടെ പെണ്ണാവട്ടെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിൽ നിലകൊള്ളുകയും അടിയുറച്ച് ഇസ്ലാമിൽ വിശ്വസിക്കുകയും നല്ല സൽക്രമങ്ങൾ കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഏതൊരു സഹോദരനുണ്ടോ, ഏതൊരു സഹോദരിയുണ്ടോ, ഫലനുഹയ്യന്നഹു ഹയാത ത്വയ്യിബത, വളരെ സന്തോഷകരമാകുന്ന സംശുദ്ധമായ ജീവിതം അല്ലാഹു അവർക്ക് നൽകമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നല്ല അടിപൊളി ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാവരും അങ്ങനെയല്ലേ ആഗ്രഹിക്കും? നല്ല ജീവിതം, നല്ല കുടുംബം, നല്ല റാഹത്തായ ജീവിതം, സന്തോഷകരമായ ജീവിതം, പട്ടിണിയില്ലാത്ത അല്ലലില്ലാത്ത, ഒരാളുടെ മുന്നിൽ ഒരു 10 രൂപയ്ക്ക് വേണ്ടി യാചിക്കാണ്ടാത്ത നല്ല ഒരു അവസ്ഥാവിശേഷം ഞങ്ങൾക്കുണ്ടാവണം. എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ഇല്ലേ? അള്ളാഹു പറയുന്നു, ആണാവട്ടെ പെണ്ണാവട്ടെ പരിശുദ്ധമായ ദീൻ മുറുകെ പിടിച്ച് വിശ്വസിച്ച് നല്ല അമൽ ചെയ്ത് സൽക്രമം ചെയ്ത് മുന്നേറിയാൽ അള്ളാഹു ഉറപ്പായിട്ടും അത് തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉറപ്പായിട്ടും തരും. മോശപ്പെട്ട ഇതാനുസരിച്ച് കിട്ടും. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് വീടുകളിൽ പ്രയാസം? സാമ്പത്തികമായ മാന്ദ്യം എന്നുകൊണ്ടാണ്. നമ്മൾ പറയും കോവിഡ് വന്നത് മുതൽക്കാണ്, നോട്ടിന്റെ നിരോധനം വന്നത് മുതൽക്കാണ്. അല്ല, അത് മാത്രമല്ല, നിന്റെ ജീവിതത്തിന്റെ ശൈലി താളം തെറ്റിയിരിക്കുന്നു. നീ മുമ്പ് ദുഹാ നമസ്കരിച്ചവനാണ്, മുമ്പ് മഗ്‌രിബിന് ശേഷം അവ്വാബി നമസ്കരിച്ചവനാണ്, സുബഹിയുടെ സുന്നത്ത് നമസ്കരിച്ചവനാണ്, ളുഹറിന്റെ സുന്നത്ത് നമസ്കരിച്ചവനാണ്, അസറിനും ഇശാഇനും ഒക്കെ സുന്നത്തുകൾ ശ്രദ്ധിച്ചവനാണ്, വിത്ർ നമസ്കാരം മുറ പോലെ കൊണ്ടുവന്നവനാണ്, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയവനാണ്, ആശുറായിന്റെ സുദിനത്തിലൊക്കെ പാവപ്പെട്ടതാകുന്ന കുടുംബാദികളെ നോമ്പ് തുറ സൽക്കാരം നടത്തിയവനാണ്. ഇന്ന് എല്ലാ സുഹൃതങ്ങളിൽ നിന്നും നീ ഓടി ഒളിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നിറച്ചു. ധാരാളം പരീക്ഷണം. ഇപ്പൊ പൊടുന്നനെ ഒന്നൊന്ന് വരികയാണ്. ഒരാളുടെ രോഗം ഒന്ന് ശമനം വന്നു കഴിയുമ്പോൾ അടുത്തത്, മക്കളുടെ രോഗം ഒന്ന് ശമനപ്പെട്ട് വന്നു കഴിയുമ്പോൾ ഭാര്യയ്ക്ക് അസുഖം, അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും അടുത്ത ബുദ്ധിമുട്ട്, സാമ്പത്തികമായ പ്രതിസന്ധി, ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കണം. അല്ലേ? ശരിയല്ലേ? നമ്മുടെ ജീവിതക്രമം ഒന്ന് ചിട്ടപ്പെടുത്തണം, ഒന്ന് സിസ്റ്റമാക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു ഹിജറയുടെ കലണ്ടർ അല്ലാഹു നൽകി. ആ കലണ്ടറിന് പ്രകാരം നിന്റെ ജീവിതത്തെ ഒന്ന് കൃത്യമാക്കി. ഈ ഒരു വർഷം ഹിജറ വർഷം 1446 അതിനുള്ളതാവട്ടെ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഒരു പുതുവർഷം തുടങ്ങിയിരിക്കുകയാണ്. നല്ലൊരു വർഷം തുടങ്ങി. നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിനക്ക് സാധിക്കണം. ഈ വർഷത്തിൽ കഴിഞ്ഞ ഒരു വർഷം നിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും വല്ല ഖേദമുണ്ടോ? ജീവിതത്തിൽ ഒരു ആയുസ് കൊഴിഞ്ഞു പോയിട്ട് ആർക്കെങ്കിലും വല്ല ദുഃഖമുണ്ടോ? ആരെങ്കിലും ഒരു പുതുവർഷ പുലരിയിലേക്ക് എത്തി എന്നുള്ള ചിന്തയുണ്ടോ? ഏതെങ്കിലും ഒരു സഹോദരൻ, ഒരു മുസ്ലിം മറ്റൊരു സഹോദരന് കുല്ലു ആമിൻ വ അൻതും ബിഖൈർ, എല്ലാ പുതുവർഷത്തിലും ഇതുപോലെ ഒരു ആശംസയുടെ വചനം ഏത് മുസ്ലിം ഏതൊരു മറ്റൊരു സഹോദരന് പറയുന്നുണ്ട്. നമ്മളാരും അറിഞ്ഞിട്ട് പോലും ഇല്ല. പലരും ഇപ്പോഴാണ് ശ്രദ്ധ തന്നെ ചെലുത്തുന്നത് ഇതൊരു പുതുവർഷമാണെന്ന് അറിയുന്നത്. നമ്മളെപ്പോഴും ഡിസംബർ 31, ഡിസംബർ മാസം 30 അതൊക്കെയാണ് ഏറ്റവും വലിയ സംഭവമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ 30 എത്താൻ വേണ്ടി എല്ലാവരും വ്യഗ്രതയോടുകൂടി കാത്തിരിക്കുക. ന്യൂ ഇയറിന്റെ ആഘോഷമായി അതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ഒരു പുതുവർഷത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട നോമ്പനുഷ്ഠിച്ചുകൊണ്ട് വരവേൽക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. മുഹറം മാസം അങ്ങനെയാണ്. 1 മുതൽ 10 വരെയുള്ള ദിവസം ശക്തിമത്തായ സുന്നത്താണ് നോമ്പ് നോൽക്കൽ. അതിശക്തിമത്തായ സുന്നത്താണ്. 30 ദിവസം നോമ്പ് സുന്നത്തുണ്ട്. മുഹറം മാസത്തിൽ നോമ്പ് പിടിച്ചുകൊണ്ട് നാഥനാകുന്ന റബ്ബിലേക്ക് പാപമോചനത്തിന് തേടി നല്ല ഒരു നാളേക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നമ്മളിൽ എത്ര പേർ അങ്ങനെ തയ്യാറായി എന്നാണ് എന്റെ ചോദ്യം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര പേര് തയ്യാറായി? നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, വഇദാ ഖീല ലഹു തഖില്ലാഹ് വഇദാ ഖീല ലഹു തഖില്ലാഹ്,
അള്ളാഹുവിനെ പേടിക്കണേ, പടച്ച റബ്ബിനെ ഭയപ്പെടണേ എന്ന് ഈ ദുനിയാവിൽ ഫനായി ഫസാദും ഉണ്ടാക്കി നടക്കുന്ന ആളുകളോട് പറയപ്പെട്ടാൽ, ഈ ദുനിയാവിൽ നമസ്കരിക്കാതെ, ഈ ദുനിയാവിൽ കള്ളുകുടിച്ചുകൊണ്ട്, ഈ ദുനിയാവിൽ വ്യഭിചരിച്ചുകൊണ്ട് പടച്ച റബ്ബ് നൽകിയിരിക്കുന്ന സർവ്വ അനുഗ്രഹങ്ങളും സർവ്വതാകുന്ന ആസ്വാദനങ്ങളും ആസ്വദിച്ചുകൊണ്ട് അടിച്ചു പൊടിച്ച് രസിച്ച് രമിച്ചുകൊണ്ട് കഴിഞ്ഞു പോകുന്ന മനുഷ്യനോട് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കണേ. പതിയാങ്കര പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുന്നത് കേട്ടില്ലേ? ആ ബാങ്ക് മുഴങ്ങുമ്പോൾ അവ്വൽ വഖത്തിൽ നമസ്കരിക്കണേ. ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള മുഅദ്ദിനിന്റെ ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ കേൾക്കുമ്പോ ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് അവ്വല് വഖത്തിൽ ജമാഅത്തിൽ ശ്രദ്ധിക്കണേ എന്ന് പറയപ്പെട്ടാൽ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഈ ദുനിയാവിൽ മോശത്തരം ചെയ്യുന്ന ആളുകളോട് പറയപ്പെട്ടാൽ, ആ തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവൻ അഭിമാനത്തിന്റെ വർത്തമാനം പറയുകയാണ്. അവനൊരു കൂസലുമില്ല. പള്ളിക്കാറാത്ത മനുഷ്യനെ വിളിക്കാൻ പള്ളിക്കാറാൻ വാജിയാര് ഉടനെ അവൻ നീ എന്നാണ് പള്ളിക്കാറാൻ തുടങ്ങി ഈ സൈസ് ചോദ്യം ചോദിക്കുന്ന ആളുകൾ. മുമ്പ് അങ്ങനെയല്ല, മുമ്പ് വിനയത്തോടെ കേട്ടിരിക്കും, ഞാൻ വരാം. അപ്പൊ അങ്ങനെയല്ല. ഹാജിയാര് നിങ്ങൾ എന്ന പോലെ പള്ളിക്കാറാൻ തുടങ്ങി, എടാ വാപ്പ എന്ന പോലെ പള്ളിക്കാറാൻ തുടങ്ങി, ഈയാണോ പള്ളിക്കാറാൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചോണ്ട് അങ്ങോട്ട് തട്ടിക്കേറുക. തെറ്റിലൂടെയുള്ളതാകുന്ന അഭിമാനം അവനെ പിടികൂടും. അള്ളാഹ് പറയാണ്, കറക്റ്റ് ആയിട്ട് അള്ളാഹു നമുക്കിറക്കിയ ആയത്ത് പോലെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇത് ആർക്കിറക്കിയതാ? അഹ്നസുബിന് ശരീക്ക് ലഅനത്തുല്ലാഹി അലൈഹി, അവനിൽ ഇറക്കിയ ആയത്താണ്. പക്ഷെ നോക്കുമ്പോ ആയത്ത് നമുക്ക് ഇറക്കിയതുപോലെ ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവനോട് പറയാൻ അള്ളാഹുവിനെ പേടിക്കണേ, പടച്ച റബ്ബിനെ ഭയപ്പെടണേ, നീ ദീനനുസരിച്ച് ജീവിക്കണേ. ഇങ്ങനെ ആവശ്യമില്ലാത്ത ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് നടക്കാതെ ജുമുഅയ്ക്കും ജമാഅത്തിനും ഒക്കെ അവ്വൽ വഖത്ത് ശ്രദ്ധിക്കണേ എന്ന് പറയപ്പെട്ടാൽ, അല്ലെങ്കിൽ ആ സഹോദരിയോട് പറയപ്പെട്ടാൽ, സഹോദരിമാരുണ്ടല്ലോ ഇഷ്ടംപോലെ ആളുകൾ ഫനായും ഫസാദിനും നേതൃത്വം കൊടുക്കുന്ന സഹോദരിമാർ ധാരാളമുണ്ട്, പലരുമുണ്ട്. രാവിലെ ഇറങ്ങും ഒരുങ്ങി എങ്ങോട്ടെങ്കിലും ജോലിക്കാണെന്ന് പറഞ്ഞ്, എന്നിട്ട് എന്താ പരിപാടി? ഇനി വീട്ടിൽ തന്നെ ഇരുന്നാലും അയൽവക്കത്തുള്ള ആളുകളുമായിട്ട് എന്താ പരിപാടി? ഫനായും ഫസാദിലും ഏർപ്പെടുക, എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, വെറുതെ നാക്ക് വെറുതെ ഇട്ടുകൊണ്ടുള്ള ഒരു ശീലം പല സഹോദരിമാർക്കും ഇല്ല. എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ പറയുന്നത്? ഖുർആനും ദിക്റുമാണെങ്കിൽ പ്രശ്നമല്ല, നാവ് കൊണ്ട് ചലിപ്പിച്ചിട്ട് പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ചൊല്ലിയിട്ട് പരിശുദ്ധമായ രാവിലെ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് പാപമോചനത്തിന് തേടുകയാണെങ്കിൽ പ്രശ്നമല്ല. മറിച്ച് നാവ് കൊണ്ട് ഫനായും ഫസാദിലും ഏർപ്പെട്ടുകൊണ്ട് അയൽവാസികളെ കുറിച്ച്, നാട്ടുകാരെ കുറിച്ച്, കൂട്ടുകാരെ കുറിച്ച്, കൂട്ടുകാരികളെ കുറിച്ച്, ബന്ധുമിത്രാദികളെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, സമൂഹത്തിലുള്ളതാകുന്ന ഉയർന്നതാകുന്ന ഉമറായിനെ കുറിച്ച്, ഉലമാക്കളെ കുറിച്ച് ഫനായും ഫസാദിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ ധാരാളമാണ്. അവരോട് പറയാൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്, ആഖിറം മോശമാവെന്ന് പറഞ്ഞാൽ അല്ലാഹ് പറയാൻ അവരുടെ അഭിമാനം കൊണ്ട് ആ തെറ്റോടൊപ്പം തന്നെ അവർ നിലകൊള്ളും. അവർ മൈൻഡ് ചെയ്യൂല, ആ വാക്കൊന്നും അവർ ചെവിക്കൊള്ളൂല. അതുകൊണ്ടുണ്ടാകുന്ന നാശം എന്താണ്? പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഫഹസ്ബുഹു ജഹന്നം, അവർക്കുള്ളതാകുന്ന അഭയകേന്ദ്രം അത് നരകമാണ്, നരകമാണ്. ജഹന്നം 7 നരകങ്ങളിൽ പ്രധാനമായ ഒരു നരകമാണ് ജഹന്നം. നരകം എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം. എണ്ണുന്നില്ല. ഹാവിയ ഒരു നരകമാണ്, ലള ഒരു നരകമാണ്, ജഹീം മറ്റൊരു നരകമാണ്. ഇതൊക്കെ ഒരു നരകത്തിന്റെ പേരുകളാണ്. ഇപ്പൊ ഏതാ നരകം? ജഹന്നം. എന്താ ജഹന്നമിന് ജഹന്നം എന്ന് പേര് വെക്കാൻ കാരണം? സുമ്മിയ ജഹന്നമു ലിഅന്നഹു യതജഹമു വജൂഹർ റിജാലി വന്നിസാ. മുഫസ്സിരികൾ രേഖപ്പെടുത്തുന്നു, ജഹന്നമിന് ജഹന്നം എന്ന് പേര് വെക്കാൻ കാരണം ലിഅന്നഹു യതജഹമു വജൂഹർ റിജാലി വന്നിസാ. വൻ പാപികളാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടതാകുന്ന ജനങ്ങളിൽ വൻ പാപികളാകുന്ന ആളുകളുടെ മുഖകമ്മലങ്ങൾ
മുഖത്തിന്റെ ചർമ്മങ്ങളെ, മാംസങ്ങളെ തീനാളം വന്നുകൊണ്ട് കരിച്ചു കളയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ തൊലിയും നമ്മുടെ ചർമ്മവും നമ്മുടേതാകുന്ന മാംസങ്ങളും ഒക്കെ ആ തീനാളം വന്ന് കരിച്ചു കളയും. അതുകൊണ്ടാണ് ജഹന്നമെന്ന്, ജഹന്നമിന് പേര് വെക്കാൻ കാരണമെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്താണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ ജഹന്നമിലേക്കാണ് ഇത്തരക്കാരുടെ വാസം. ആരുടെ? ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത ഫനായും വസാദും പറഞ്ഞിടക്ക ദീനിന് ഒരു ഗുണവും ഇല്ല അങ്ങനത്തെ ആളുകൾ. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അപ്പൊ അവരിൽ ഉൾപ്പെടരുത്. രണ്ട് കൂട്ടരെയാണ് സൂറത്തുൽ ബഖറയിലെ 204 മുതൽ 207 വരെയുള്ള വചനങ്ങളിൽ പറയുന്നത്. നമ്മളിപ്പോ എത്ര ആയത്തോതി? 204, 205, 206. ഈ 3 ആയത്തുകൾ ആരെ ബേസ് ചെയ്തിട്ടാണ്? അഖ്നസ് ഇബ്നു ശരീഖ് ലഅനത്തുല്ലാഹി അലൈഹി അവരെ ബേസ് ചെയ്തിട്ടാണ്. ആ കൂലത്തിൽ നമ്മൾ ആകരുത്, അതിനാണ് ഈ പറയുന്നത്. ഇനി 27-ാമത്തെ ആയത്ത്, അക്കൂട്ടത്തിൽ നമ്മൾ പെടണം. അതാണ് ഹിജറ. മക്കത്ത് നിന്ന് മദീനയിലേക്ക് സർവ്വതും വെടിഞ്ഞുകൊണ്ട് ഒരാൾ യാത്ര തിരിച്ചു. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ബഖറയിലെ 207-ാമത്തെ വചനം. അതാണ് ഹിജറ. ഹിജറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹിജറ എന്ന് പറഞ്ഞാൽ ഹജിർ. ഹജിർ എന്ന വാക്കിലാണ് ഹിജറ. ഹിജർ എന്ന് പറഞ്ഞാൽ സർവ്വതും വെടിയുക. അത്തറുക്കു, സർവ്വതും വെടിയുക എന്നുള്ളതാണ്. സുഹൃത്താണ്, ഒരർത്ഥത്തിൽ പരിത്യാഗമാണ്. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു പറഞ്ഞതനുസരിച്ചുള്ള സംശുദ്ധമായ ജീവിതം നയിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സുഹുദു അഫ്ളലു മൻസിബിൻ ബഅദ തുഖാ വബിഹി യനാലു മഖാമ അർബാബിൽ ഉലാ. الزهد أفضل منصب بعد التقى